പ്രിയ കുട്ടികളെയും എല്ലാവർക്കും 66ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന പേരായ 14ാമത്തെ അധ്യായമാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഞാൻ തുടങ്ങാൻ പോകുന്നത്. +1 മാത്തമാറ്റിക്സിലെ ഏറ്റവും സിമ്പിൾ എന്ന് പറയാവുന്ന ഒരു അധ്യായം ആണിത്. കുറച്ച് മാത്തമാറ്റിക്സും കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറും ഒക്കെ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. എല്ലാ കുട്ടികളും തീർച്ചയായും ഈ അധ്യായം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോഴത്തേന് ആദ്യമായി നിങ്ങളെ പഠിപ്പിച്ചത് ഒന്ന് ഓർത്ത് നോക്കി. ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ടീച്ചർ അല്ലെ സാർ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തായിരിക്കാം? സെന്റൻസുകളെ കുറിച്ചായിരിക്കാം അല്ലെ. സെന്റൻസുകൾ എന്താണെന്നായിരിക്കാം ഗ്രാമറിന്റെ തുടക്കം. സെന്റൻസുകൾ അല്ലെ, വാചകങ്ങൾ എന്ന് പറയും. എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു കൂട്ടം വാക്കുകളെ അല്ലെ അർത്ഥം വരത്തക്ക രീതിയിൽ മീനിങ് ഫുൾ ആയിട്ട് ക്രമീകരിക്കുമ്പോഴാണ് നമുക്കൊരു സെന്റൻസ് ലഭിക്കുക അല്ലെ. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അറേഞ്ച്ഡ് ഇൻ എ മീനിങ് ഫുൾ വേ ഫോം എ സെന്റൻസ് എന്നായിരിക്കാം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഒരു കൂട്ടം വാക്കുകളെ അർത്ഥമുള്ള രീതിയിൽ ക്രമീകരിക്കുമ്പോഴാണ് ഒരു സെന്റൻസ് രൂപം കൊള്ളുന്നത്. ഇനി ഒരു സെന്റൻസ്, നമ്മൾ ഈ പറയുന്നതൊക്കെ മിക്കവാറും സെന്റൻസുകളാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ സെന്റൻസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സെന്റൻസ് വിച്ച് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത് ഈസ് കോൾഡ് എ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് അത് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. രണ്ടും ഒരേ സമയം വരാൻ പാടില്ല. കുറച്ചു പേർക്ക് ട്രൂവും കുറച്ചു പേർക്കും ഫോൾസ് ഒന്നും വരാൻ പറ്റില്ല. ഒന്നുകിൽ അത് എല്ലാവർക്കും അതെന്തായിരിക്കും ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അത് ഫോൾസ് ആയിരിക്കണം. രണ്ടും ഒരേ സമയം വരാൻ പറ്റില്ല. അങ്ങനെയുള്ള സെന്റൻസുകളെ നമ്മൾ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്സ്, സിംപ്ലി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്നേ പറയുള്ളൂ. മാത്തമാറ്റിക്സിലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സെന്റൻസ് ആണ്. അത് ഒന്നുകിൽ അത് ട്രൂ മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് ഫോൾസ് മാത്രമായിരിക്കണം. രണ്ടും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഒരേ സമയം പറയാൻ പാടില്ല. ഒരു കൂട്ടര് ട്രൂ എന്നും പറയാൻ പാടില്ല, ഒരു കൂട്ടര് ഫോൾസ് എന്ന് പറയാം. ഒന്നുകിൽ എല്ലാവരും ഒരേ സ്ഥലത്തിൽ ട്രൂ എന്ന് പറയണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്തില് ഫോൾസ് എന്ന് പറയണം. അത്തരം സെന്റൻസുകളെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഓർ സിംപ്ലി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ സാധാരണ സ്മോൾ പി ക്യു ആർ എസ് ടി എക്സെട്ര എന്ന അക്ഷരങ്ങൾ കൊണ്ട് പേര് കൊടുക്കുന്നു. നമുക്കൊക്കെ പേരുണ്ടല്ലോ തിരിച്ചറിയാൻ വേണ്ടി. അതുപോലെ സ്റ്റേറ്റ്മെന്റുകളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പി, വേറെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യു ആർ. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സ്മോൾ ലെറ്റേഴ്സ് ആണെന്ന് മാത്രം. പി ക്യു ആർ എസ് ടി എക്സെട്ര എന്നുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ T എന്ന് പറയുന്നു. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എങ്കിൽ എന്താണ് അതിന്റെ ട്രൂത്ത് വാല്യൂ എന്നാണ് പറയുന്നത്. ട്രൂത്ത് വാല്യൂ ട്രൂ അല്ലെങ്കിൽ T എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ട്രൂത്ത് വാല്യൂ ട്രൂ എന്ന് പറയുന്നു. ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ T കൊണ്ടാണ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് അല്ലെങ്കിൽ F എന്ന് പറയുന്നത്. രണ്ട് ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വാല്യൂ എന്ന് പറയില്ല. ഫോൾസ് ആണെങ്കിലും ട്രൂത്ത് വാല്യൂ എന്നാ പറയുന്നത്. ട്രൂത്ത് വാല്യൂ ഫോൾസ് എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ F എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ T എന്നും, ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് അല്ലെങ്കിൽ F എന്നും പറയുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഞാൻ ഏതാനും എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ചില എക്സാമ്പിൾസ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. പി, ഞാൻ പി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് പി ക്യു ആർ എസ് ടി എക്സെട്ര എന്നുള്ള ചെറിയ അക്ഷരങ്ങൾ കൊണ്ടാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റുകളെ. പി ലെറ്റ് പി രണ്ട് കുത്തിട്ട് അതിന്റെ അർത്ഥം പി ബി ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എന്നാണ് കേട്ടോ. ആ പേര് നമ്മൾ കൊടുത്തിട്ട് രണ്ട് കുത്തിടും. അപ്പൊ ഇത് എങ്ങനെ വായിക്കുന്നു? പി ബി ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് 8 ഈസ് ലെസ് ദാൻ 6. എല്ലാവർക്കും മനസ്സിലായാലും 8 6നേക്കാൾ ചെറുതാണ്. ഇതൊരു സെന്റൻസ് ആണല്ലേ? ഇതൊരു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ സിംപ്ലി സ്റ്റേറ്റ്മെന്റ് ആണോ? ആണോ? അതേലോ, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയണം. ഫോൾസ് എന്നല്ലേ പറയുള്ളൂ. ഇപ്പോഴും ശരിയാണെന്നില്ല. അപ്പൊ ചിലർ ചോദിക്കുമോ 8 6നേക്കാൾ എങ്ങനെ ചെറുതാണെന്ന്? അത് തെറ്റല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് എന്താണ്
എല്ലാവരും ഒരേ സ്ഥലത്തിൽ എന്ന് പറയും, തെറ്റാണെന്ന് പറയും അല്ലെ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ്, മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സിംപ്ലി സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ട്രൂത്ത് വാല്യൂ ആണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫോൾസ് എഫ് എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ നോക്കാം. Q be the statement that every set is a finite set. എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് സെറ്റ് ആണ്. നമ്മൾ സെറ്റ് എന്ന ചാപ്റ്റർ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് എവരി സെറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് സെറ്റ് ആണ്. ഈ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതൊരു സെന്റൻസ് ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്? അതെ. കാരണം എന്താണ്? ഇത് ഫോൾസ് ആണ് അല്ലെ. എല്ലാ സെറ്റുകളും ഫൈനൈറ്റ് ആണെന്ന് നിർബന്ധമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈനൈറ്റ് സെറ്റുകളും പഠിച്ചിട്ടുണ്ട്, ഇൻഫൈനൈറ്റ് സെറ്റുകളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. ട്രൂത്ത് വാല്യൂ എഫ്, ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. പരീക്ഷിക്കാൻ ഈ ഒരു സെന്റൻസ് വന്നിട്ട് എക്സാമിൻ വെദർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് 4 തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിക്കാം. അപ്പൊ എന്തായിരിക്കണം? അത് ഒന്നുകിൽ ട്രൂ മാത്രമായിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് മാത്രമായിരിക്കണം. രണ്ടും ഒരേ സ്ഥലത്തിൽ പറയാൻ പാടില്ല. അപ്പൊ ഇതൊരു എന്താണ്? ഇതൊരു മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് തന്നെ. കാരണം ബിക്കോസ് ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഈസ് ഫോൾസ് അല്ലെ. ഇറ്റ് ഈസ് ഫോൾസ്. മൂന്നാമത്, യെസ് ബി ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ സൺ ഈസ് എ സ്റ്റാർ അല്ലെ. സൺ ഒരു സ്റ്റാർ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ദ സൺ ഈസ് എ സ്റ്റാർ. ഇതൊരു എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂ. ഇറ്റ്സ് സോ വി ഡിനോട്ട് ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ബൈ ടി. ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേറെ ടി ഞാൻ പേര് കൊടുത്തത്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നത്, സെയിം തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ടി എന്ന് പേര് കൊടുത്തിരിക്കാം. There are 35 days in a month എന്ന് ഞാനൊരു സെന്റൻസ് പറയാം. അതൊരു സെന്റൻസ് ആണ്, ഇത് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. There are 35 days in a month. ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതിയാവും. ഇത് തെറ്റല്ലേ? 35 ഡേയ്സ് ഉള്ള ഒരു മാസം ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിത്ത് ട്രൂത്ത് വാല്യൂ ഫോൾസ് അല്ലെ. ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേറെ പി ഞാൻ വീണ്ടും പേര് കൊടുത്തു. വേറെ പി വിത്ത് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. 5ന്റെയും 7ന്റെയും തുക 10നേക്കാൾ കൂടുതലാകുന്നു. അതും സ്റ്റേറ്റ്മെന്റ് അല്ലേ? വിച്ച് ഈസ് ട്രൂ അല്ലെ. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും ഇത് ട്രൂ, ശരിയാണെന്ന് പറയും. അത് ഒന്നുകിൽ ശരിയായിക്കോട്ടെ അല്ലെങ്കിൽ തെറ്റായിരിക്കട്ടെ. രണ്ടും ആൻസർ ഒരേ സമയം വരാൻ പാടില്ല. അപ്പൊ ഇതാ ഈ പറഞ്ഞതെല്ലാം 5 എണ്ണം ഞാൻ പറഞ്ഞതെല്ലാം ഇതാ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റുകളാണല്ലോ. ഒന്നുകിൽ അത് ട്രൂ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഫോൾസ് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാത്ത സെന്റൻസുകൾ കൂടി അറിയണ്ടേ? സ്റ്റേറ്റ്മെന്റുകൾ അല്ലാത്ത സെന്റൻസുകൾ കൂടി അറിയണം. എങ്കിലേ വേറെ വ്യത്യാസം മനസ്സിലാകുകയുള്ളൂ. നോക്കി, ഈ ഒരു സെന്റൻസ് മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. ഇതൊരു സെന്റൻസ് ആണ്. പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കും. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയമായിട്ട് മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആണെന്ന് ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഒരേ സ്വരത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ആൻസർ വരും. കുറെ പേര് പറയും ശരി എന്ന് പറയും, ചിലർ പറയും തെറ്റെന്ന് പറയും. ശരിയല്ലേ? അതായത് മാത്തമാറ്റിക്സ് ഈസ് ഈസി ഫോർ സം സ്റ്റുഡൻസ് ആൻഡ് ഡിഫിക്കൽട്ട് ഫോർ സം അതേഴ്സ്. ശരിയല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം ഒരേ സമയം 2 ആൻസറുകൾ വരുന്നു, ട്രൂ എന്നും ഫോൾസ് എന്നും ആൻസർ വരുന്നു. സോ ഇറ്റ് ഈസ് ഓൺലി എ സെന്റൻസ്, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പൊ അർത്ഥ വ്യത്യാസം മനസ്സിലായില്ലേ? പറഞ്ഞോട് നോക്കിയേ, വിമൻ ആർ മോർ ഇന്റലിജന്റ് ദാൻ മെൻ. ഇത് ഞാൻ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞോളൂ. ചാടി പറയും. ആൺകുട്ടികൾ പറയും ഫോൾസ് എന്ന് പറയും, അല്ലെ പെൺകുട്ടികൾ പറയും ശരി എന്ന് പറയും. വിമൻ ആർ മോർ ഇന്റലിജന്റ് ദാൻ മെൻ എന്ന് പറഞ്ഞാൽ 2 ആൻസർ വരില്ലേ? കുറെ പേര് ശരി എന്ന് പറയും, കുറെ പേര് അത് തെറ്റെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൺലി എ സെന്റൻസ്, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. വേറെ ഒരെണ്ണം ഇത്രയൊക്കെ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒത്തിരി ഒന്നും വേണ്ട. വലിയ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ തരുന്ന നോട്ടുകൾ മാത്രം പഠിക്കുക. വേറെ അതിനകത്ത് പുസ്തകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. പുസ്തകം നോക്കിയാൽ ഒന്നും മനസ്സിലായില്ല. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ടല്ലോ. സെന്റൻസുകൾ തന്നെ പലതരത്തിലുണ്ടല്ലേ. ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയും അല്ലെ. ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ പഠിച്ചിട്ടില്ലേ? ആശ്ചര്യങ്ങള്. പിന്നെ കമാൻഡ് കൊടുക്കുക. പിന്നെ റിക്വസ്റ്റുകൾ അല്ലെ, അപേക്ഷകള്. ഇവയൊന്നും സ്റ്റേറ്റ്മെന്റുകൾ അല്ല. ഇങ്ങനെയുള്ള സെന്റൻസ്, ഇതൊക്കെ സെന്റൻസുകൾ തന്നെയാണ്, പക്ഷെ ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഒന്നും സ്റ്റേറ്റ്മെന്റുകളല്ല. കാരണം എന്താ അറിയോ? അങ്ങനെയുള്ള സെന്റൻസുകൾ ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ് എന്നോ ആൻസർ തരാൻ പറ്റില്ല. വി കനോട്ട് സേ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇനിയുണ്ട് കുറെ, അതായത് സ്റ്റേറ്റ്മെന്റുകൾ അല്ലാത്ത കുറെ സെന്റൻസുകളാണ്. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലമേഷൻസ്, പിന്നെ എന്താ കമാൻഡ്, റിക്വസ്റ്റ് എക്സെട്ര ആർ നോട്ട് സ്റ്റേറ്റ്മെന്റ്സ്, മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്സ്.
വേറൊരു കൂട്ടരുണ്ട് വേരിയബിൾസ് such as x, y, etc. involve sentences involving എന്നാണ് പറയുന്നത് involving variables such as x, y, etc. are not statements. അതായത് എക്സ് വൈ മുതലായ വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന ചില സെന്റൻസുകൾ കാണാം. അത് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എക്സും വൈയും മാറിക്കൊണ്ടിരിക്കും, വേരിയബിൾ ആണ്. അതനുസരിച്ച് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ മാറിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ ചില ആൾക്ക് അത് ശരിയായിരിക്കാം, ചില ആൾക്ക് തെറ്റായിരിക്കും. അപ്പൊ ജനറൽ ആയിട്ട് വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന സെന്റൻസുകളൊന്നും സ്റ്റേറ്റ്മെന്റുകൾ അല്ല, അറിഞ്ഞിരിക്കണം. പിന്നെ വേരിയബിൾ സെന്റൻസസ് ഇൻവോൾവിംഗ് വേരിയബിൾ ടൈം, വേരി ചെയ്യുന്ന ടൈം സച്ച് ആസ് ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ, ഇങ്ങനെയുള്ള വാക്കുകൾ ഇതെല്ലാം വേരിയിങ് ടൈമുകളാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്ന സെന്റൻസുകളും സ്റ്റേറ്റ്മെന്റുകളല്ല. ഞാൻ കുറെ എക്സാമ്പിൾസ് പറയാം, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേരിയബിൾസ് സെന്റൻസസ് ഇൻവോൾവിംഗ് വേരിയബിൾ പ്ലേസസ്, വേരി ചെയ്യുന്ന സ്ഥലങ്ങളെ സച്ച് ആസ് ഹിയർ, ദയർ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്ന സെന്റൻസുകളൊന്നും സ്റ്റേറ്റ്മെന്റുകൾ അല്ല. പിന്നെ ഒരു കൂട്ടർ കൂടെ ഉണ്ട്, സെന്റൻസസ് ഇൻവോൾവിംഗ് വേരിയബിൾ പേഴ്സൺസ്, വ്യക്തികൾ ഇങ്ങനെ മാറിക്കൊണ്ട് വേരിയബിൾ പേഴ്സൺസ് സച്ച് ആസ് ഹി, ഷീ, എക്സെട്ര ആർ ഓൾസോ നോട്ട് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഹി എന്നുള്ളത് മാറാവുന്നതാണല്ലോ. ആരെ ഒരു ഹീയുടെ സ്ഥാനത്ത് പർട്ടിക്കുലർ പേരാണ് കുഴപ്പമില്ല. ജനറലായിട്ട് ഹി എന്ന് പറയുന്ന ഒരു വേരിയബിൾ പേഴ്സണാലിറ്റി ആണ് അല്ലെ, ഷീ എന്ന് പറയുന്ന ഒരു വേരിയബിൾ പേഴ്സണാലിറ്റി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്ന സെന്റൻസുകളൊന്നും സ്റ്റേറ്റ്മെന്റുകളല്ല. അപ്പം സ്റ്റേറ്റ്മെന്റുകൾ അല്ലാത്ത കുറെ സെന്റൻസുകൾക്ക് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിന്ന് എഴുതി പഠിക്കേണ്ട കാര്യം ഇല്ല, വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. അതായത് സ്റ്റേറ്റ്മെന്റുകൾ അല്ലാത്ത കുറെ സെന്റൻസുകൾ. വാട്ട് ഈസ് യുവർ നെയിം, അത് സെന്റൻസ് ആണല്ലോ, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണല്ലോ, ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിയോ തെറ്റോ? നിങ്ങളോട് ഞാൻ ചോദിക്കും, വാട്ട് ഈസ് യുവർ നെയിം, ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകപ്പാട് എന്തിക്കുന്നത് ശരിയോ തെറ്റോ? അതിനൊരു ആൻസർ ഉണ്ട്. എന്താണ് നിങ്ങളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് പറയും. പക്ഷെ ഇത് ശരിയെന്നോ അല്ലെങ്കിൽ തെറ്റെന്നോ പറയാൻ പറ്റുമോ? വി കനോട്ട് സേ. നമ്മൾ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാവും, എന്തെന്ന് പറയാൻ പറ്റാതെ. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഇത്തരം സെന്റൻസുകൾ നമ്മൾ അംബീഗ്യസ് സ്റ്റേറ്റ്മെന്റ്സ്, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അംബീഗ്യസ്, അവ്യക്തതയാണ്, വ്യക്തതയില്ലാത്ത സെന്റൻസുകൾ എന്ന് പറയും, അംബീഗ്യസ് സെന്റൻസസ് എന്ന് പറയും. ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്ന് പറയാം, അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. അത് ശരിയോ തെറ്റോ? നമുക്ക് പറയാം ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് പറഞ്ഞാൽ അത് വി കനോട്ട് സേ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അത് ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഷട്ട് ദ ഡോർ, ഡോർ അടയ്ക്കുക, കമാൻഡ് കൊടുക്കുകയാണ്. It is not a statement because we cannot say whether it is true or false. Please give me a pen. അല്ലേ, ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഗിവ് മി എ പെൻ. ട്രൂ ഓർ ഫോൾസ് പറയാൻ പറ്റുമോ? പറ്റില്ല. വി കനോട്ട് സേ. കാശ്മീർ ഈസ് ഫാർ അവേ ഫ്രം ഹിയർ. കാശ്മീർ ഇവിടെ നിന്നും ഫാർ അവേ ആണ്, വളരെ ദൂരത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ? അത് ആ ഹിയർ എന്നുള്ള പ്ലേസിനെ അടിസ്ഥാനമാക്കിയിരിക്കും. നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ശരിയാ, നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ശരിയാ, കാശ്മീർ ഈസ് ഫാർ അവേ ഫ്രം ഹിയർ. അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ആരാ പറയുന്നത്? കാശ്മീർ, ഈ സെന്റൻസ് കാശ്മീരിന് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പറയുന്നതെങ്കിൽ ഇത് ശരിയായിരിക്കുമോ? അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റായിരിക്കും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, പക്ഷെ മൊത്തം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? ഒരു കൂട്ടരല്ല, ലോകത്തിലുള്ള മൊത്തം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രൂ ഒരേ ഫോൾസ് ഒരേ സ്ഥലത്തിൽ പറയേണ്ടത്. അപ്പൊ ഇതെന്താണ്? ഇതും ഒരു വേരിയബിൾ പ്ലേസ്, ഹിയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ പ്ലേസ് ആണ് അല്ലെ. അതനുസരിച്ച് ഇതിന്റെ ട്രൂത്ത് വാല്യൂ മാറിക്കൊണ്ടിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. വേറെ സം ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. എക്സിന്റെയും വൈയുടെയും തുക, അതായത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0, അത് ശരി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് സേ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇതിന്റെ ട്രൂത്ത് വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. ഏതാ? എക്സിന്റെയും വൈയുടെയും വിലകൾ മാറുന്നതനുസരിച്ച് ഇതിന്റെ ട്രൂത്ത് വാല്യൂ മാറിക്കൊണ്ടിരിക്കാം. സോ ജനറലായിട്ട് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ ഷീസ് എ ഡോക്ടർ, അല്ലെ, ഷീസ് എ ഡോക്ടർ, അവളൊരു ഡോക്ടറാണ്. ആരാ? അറിയില്ല. നമുക്ക് ശരി എന്ന് പറയാൻ തെറ്റോ എന്ന് പറയാൻ പറ്റുമോ? അല്ലെ, ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഡിപെൻഡ്സ് ഓൺ ദ വേർഡ് ഷീ. അല്ലെ, ഷീ എന്നൊരു വേരിയിങ് പേഴ്സണാലിറ്റി ആണല്ലേ. ഷീ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ശരിയാണ്, അവന്റെ ട്രൂത്ത് വാല്യൂ പറയാൻ പറ്റും. പക്ഷെ ഇത് ഷീ എന്നുള്ള ആരാണെന്ന് അറിയാൻ വയ്യാത്തടത്തോളം കാലം അവന്റെ ട്രൂത്ത് വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഇവയൊന്നും എന്തല്ല മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റുകളല്ല, അല്ലെങ്കിൽ സിംപ്ലി സ്റ്റേറ്റ്മെന്റുകളല്ല. അത്തരം സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾക്ക് പറയുന്ന പേരെന്താണ്? അംബിഗ്യുവസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അന്ന് അറിഞ്ഞിരുന്നല്ലോ, ഒന്ന് പരീക്ഷയ്ക്ക് വരുന്നതല്ല. ഇനി എന്താണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്? ഇനി നമ്മൾ അങ്ങോട്ട് ഈ ചാപ്റ്റർ തീരുന്ന വരെ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഏത് സെന്റൻസ് പറഞ്ഞാൽ അതിൽ എന്തായിരിക്കും? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. ആദ്യം നമ്മൾ പഠിക്കുന്നത് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഡിനയൽ, DENIAL. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസിക്കല്.
നിരസിക്കാതെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നിരസിക്കുക. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവ് അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് അതിന്റെ എന്തെന്ന് പറയുക, നെഗേഷൻ എന്ന് പറയുക. അപ്പൊ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ദ ഡിനയൽ, നിരസിക്കൽ, ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് ഇറ്റ്സ് നെഗേഷൻ എന്ന് പറയും. ഇഫ് ദ ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് പി ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു വളച്ചിട്ടിട്ട് ഡിനയലോ അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്നുള്ളതിന് ഇങ്ങനെ പി ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ നെഗേഷൻ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമല്ലോ, വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് അർത്ഥം കിട്ടുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടു കേട്ടോ. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, നെഗേഷൻ ഓഫ് പി എന്ന് വായിക്കും കേട്ടോ. നെഗേഷൻ ഓഫ് പി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നെഗേഷൻ പി എന്ന്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നിരിക്കട്ടെ, ഒരു പിയുടെ ട്രൂത്ത് വാല്യൂ ടി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഫോൾസ് ആയിരിക്കും, നെഗറ്റീവ് അല്ലേ പറയുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിലോ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയത്. പി ഈസ് ട്രൂ, നെഗേഷൻ പി ഈസ് ഫോൾസ്, ആൻഡ് പി ഈസ് ഫോൾസ് ദെൻ നെഗേഷൻ പി ഈസ് ട്രൂ. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷനെ കുറിച്ച് എക്സാമ്പിൾസ് ഞാൻ മനസ്സിലാക്കി തരാം. ബോർഡിലേക്ക് നോക്കാം. ബോർഡിലേക്ക് എക്സാമ്പിൾ 1. Let P be the statement that P and P be the statement that New Delhi is a city. അത് അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ടി. ബ്രാക്കറ്റ് എഴുതിയിരിക്കണമെന്നുള്ളതാണ്. ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതെ, എല്ലാവരും ഒരേ സ്ഥലത്ത് പറയും ന്യൂ ഡൽഹി ഒരു സിറ്റി തന്നെയാണ്, ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ അതിന്റെ നെഗേഷൻ നോക്കി, നെഗേഷൻ ഓഫ് വേറൊരു സ്റ്റേറ്റ്മെന്റ്, പുതിയ സ്റ്റേറ്റ്മെന്റ്, നെഗേഷൻ ഓഫ് പി ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ന്യൂ ഡൽഹി ഈസ് നോട്ട് എ സിറ്റി. ഫോൾസ്. അതായത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവ് എഴുതാനായിട്ട് നമുക്ക് പലതരത്തിൽ എഴുതാൻ സാധിക്കും. ഒന്നുകിൽ ഈ നോട്ട് എന്ന വാക്ക് പ്രോപ്പർ പ്ലേസ് ചേർക്കാൻ, ഇടയിൽ എവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലത്ത് എവിടെയെങ്കിലും ചേർത്താൽ പോരാ കേട്ടോ. ചില കുട്ടികൾ ഗ്രാമർ പറയാൻ കുട്ടികൾ ന്യൂഡൽഹി നോട്ടീസ് സെറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്. അനുയോജ്യമായ സ്ഥലത്ത് നോട്ട് എന്ന വാക്ക് ചേർത്താൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പലതരത്തിൽ നെഗറ്റീവ്, അതിന് നെഗറ്റീവ് വിപരീതാർത്ഥം കിട്ടിയാൽ മതി. വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന ഫ്രേസ്, ഇതൊരു ഫ്രേസ്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, തെറ്റാണ്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്നുള്ളൊരു ഫ്രേസ് അല്ലേ. അത് വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കത്തിൽ ചേർത്തും എഴുതാം. എന്താ നെഗേഷൻ, നെഗേഷൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കത്തിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന ഫ്രേസ് ചേർത്തും പറയാമെന്ന്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, അങ്ങനെയൊക്കെ ചേർത്ത് തുടക്കത്തിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഒക്കെ ചേർത്തും പറയാം നെഗേഷൻ. ഇപ്പൊ എപ്പോഴും നോട്ട് ചെയ്ത് തന്നെ ചേർക്കണം നിർബന്ധമില്ല. അത് ഒന്നുകിൽ നോട്ട് പ്രോപ്പർ പ്ലേസ് ചേർക്കുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്നുള്ള ഈ രണ്ട് ഫ്രേസുകൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ചേർത്തും എന്തെഴുതാം, നെഗേഷൻ എഴുതാം. അങ്ങനെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നെഗേഷനും നോട്ട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം ഇറ്റ് ഈസ് ഫോൾസ് ചേർത്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം. ഇപ്പൊ ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. അത് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഒരു മാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എല്ലാ കുട്ടികളും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നതാണ്. ഇതിന് ഇപ്പം എന്താ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് നേരത്തെ എങ്ങനെ പറയാമോ ഇത് നെഗേഷന്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ശരിയല്ലേ, അർത്ഥം ശരിയല്ലേ, ന്യൂഡൽഹി സിറ്റി ആവുന്നുള്ളത് തെറ്റാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറയാൻ പാടില്ല. എങ്ങനെ പറയാം, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ഇങ്ങനെയൊക്കെ പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതിക്കൊള്ളുക. വേറെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പി ബി ദ സ്റ്റേറ്റ്മെന്റ് തന്നെ റൂട്ട് 7 ഈസ് റാഷണൽ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. റൂട്ട് 7 ഇറാഷണൽ ആണ്, നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ റൂട്ട് 7 എന്ന് പറയുന്നത് ഇറാഷണൽ അല്ലെ, റൂട്ട് ഒക്കെ ഇറാഷണൽ നമ്പർ ആണ്. ഒരു സ്ക്വയർ റൂട്ടിനകത്ത് ഒരു പ്രൈം നമ്പർ വന്നാൽ അത് എന്താ ഇറാഷണൽ, അങ്ങനെ ഒരു തിയറം ഉണ്ട്. സ്ക്വയർ റൂട്ടിനകത്ത് ഒരു പ്രൈം നമ്പർ വന്നാൽ അത് മൊത്തമായിട്ട് എന്തായിരിക്കും, പ്രൈം എന്താ ഇറാഷണൽ ആയിരിക്കും. ഇപ്പൊ റൂട്ട് 7 റാഷണൽ എന്നല്ലേ ഇവിടെ പറഞ്ഞത്, അത് ഫോൾസ് ആണ്. എല്ലാവരും ഒരേ സ്ഥലത്ത് പറയണം, ഫോൾസ് ആയിരിക്കും അല്ലേ. ഇപ്പൊ മാത്തമാറ്റിക്സ് അറിയാവുന്ന എല്ലാവരും പറയും ഫോൾസ് എന്നേ പറയുള്ളൂ. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഫോൾസ്. അപ്പൊ അതിന്റെ നെഗേഷൻ നോക്കിക്കേ, നെഗേഷൻ റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ. നോട്ട് ചെയ്യാൻ പ്രോപ്പർ പ്ലേസ് ചെയ്തു, നോട്ട് റാഷണൽ അങ്ങനെയും പറയാൻ പാടില്ല. ഇനി ഇതിനെ പലതരത്തിൽ പറയാമോ ഈ നെഗറ്റീവ് അർത്ഥത്തിൽ. അല്ലെങ്കിൽ റൂട്ട് 7 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞാലും പോരെ, റാഷണലിന്റെ ഓപ്പോസിറ്റ് ഇറാഷണൽ എന്ന് പറയാൻ പാടില്ലേ, അത് അങ്ങനെ പറയാം കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ, അങ്ങനെയൊക്കെ പറയാം. വേറൊരു സ്റ്റേറ്റ്മെന്റ് ലെറ്റ് Q be the statement that both the diagonals of a rectangle have the same length എന്നാണ് ഇരിക്കുന്നത്. ഒരു റെക്ടാംഗിളിന്റെ രണ്ട് ഡയഗണലുകൾക്കും ഒരേ നീളമാണ്, തുല്യ നീളമാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ ആണ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു റെക്ടാംഗിളിന്റെ ഏതൊരു റെക്ടാംഗിളിന്റെയും രണ്ട് ഡയഗണൽസ് തുല്യ നീളമാണ്. അത് ട്രൂ ആണ്, ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞത് നെഗേഷൻ ഓഫ് Q is a statement that it is false that both the diagonals of a rectangle have the same length. അതായത്
ഒരു റെക്ടാംഗിളിന്റെ 2 ഡയഗണൽസും തുല്യ നീളം ഉള്ളതാണ് എന്നുള്ളത് ഫോൾസ് ആണ്, തെറ്റായ കാര്യമാണ്. അങ്ങനെ വേണേൽ പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ബോത്ത് ദ ഡയഗണൽസ് ഓഫ് റെക്ടാംഗിൾ ഹാവ് ദ സെയിം ലെങ്ത്. ഇനി അതും അല്ലെങ്കിൽ നോട്ട് ചേർത്ത് പറഞ്ഞാലോ എന്താണ്, ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് നോട്ട് ദ അല്ലെ ഹാവ് ഇൻ ദ സെയിം ലെങ്ത് എന്ന് പറഞ്ഞാലും പോരെ. അങ്ങനെയൊക്കെ പറയാം കേട്ടോ. വേറൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പി വിത്ത് സ്റ്റേറ്റ്മെന്റ് there does not exist a quadrilateral which has all its sides equal. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾ അല്ലെ, ചതുർഭുജം എന്ന് മലയാളത്തിൽ പറയും, ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി ഇതിനകത്ത് ഡസ് നോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് there does not exist a quadrilateral which has all its sides equal. അത് ഫോൾസ് ആണ്. ഉണ്ടല്ലോ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് മൊത്തമായിട്ട് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ നെഗേഷൻ എഴുതാൻ ചോദിച്ചാലോ, നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നതായിരിക്കും there exists എന്ന് പറഞ്ഞാൽ പറയാം. ഓൾറെഡി ഇവിടെ ഡസ് നോട്ട് ഉണ്ട്. അപ്പൊ അതിന് നെഗറ്റീവ് പറയുമ്പോൾ പിന്നെ വീണ്ടും നോട്ട് ചേർക്കരുത്. there exists a quadrilateral which has all its sides equal. അങ്ങനെ പറഞ്ഞാൽ പോരെ. അത് അറിയാം. നോക്കി, ഫോൾസ് ആണെങ്കിൽ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ ടി. ഇവിടെ എഴുതിയാൽ അതൊക്കെ എങ്ങനെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി കുറച്ച് ഹോംവർക്കുകൾ കൂടി ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളാം. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 1 മാർക്കിനുള്ളതായി കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഉറപ്പാണ്, ഈ പരീക്ഷയ്ക്ക് ഉറപ്പാണ് നെഗേഷൻ എഴുതുക. അപ്പൊ കേട്ടാൽ മനസ്സിലാക്കി രണ്ടാമത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇല്ല. ഇനി നമുക്ക് പലതരം സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കാം. പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. സിമ്പിൾ, ആ പേര് തന്നെ നിങ്ങൾ ഗ്രാമറിൽ പഠിക്കുന്നുണ്ട്. സിമ്പിൾ സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസ് ഒക്കെ പഠിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആക്കി പറയണമെന്നേ ഉള്ളൂ. എന്തായിരിക്കും അപ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് പറയുന്നത് ഇനി മുതൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് വിച്ച് കനോട്ട് ബി ഫർദർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കോൾഡ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുക. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി അത് സിമ്പിൾ ആയിരിക്കും. വീണ്ടും അതിനെ അർത്ഥമുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വിഭജിക്കാൻ കഴിയില്ല. അതായത് വിച്ച് ഈസ് ഓൾറെഡി സിമ്പിൾ, വിച്ച് വി കനോട്ട് ഫർദർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു എന്താണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഞാനിപ്പം പഠിപ്പിച്ചു വരുന്നതിനകത്ത് കുറെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിനകത്തൊക്കെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 ഇറാഷണൽ ആകുന്നു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഓൾറെഡി സിമ്പിൾ അല്ലേ. അതിന് വീണ്ടും അർത്ഥമുള്ള സ്റ്റേറ്റ്മെന്റ് ആക്കി വിഭജിക്കാൻ കഴിയുമോ? ഇല്ല. റൂട്ട് 2 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ഫോം ആണ്. വി കനോട്ട് ഫർദർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റ്സ്. സോ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. കേരള എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ്. അത് ഓൾറെഡി സിമ്പിൾ ആണ്. അതിന് നമുക്ക് വീണ്ടും അർത്ഥമുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ട് വിഭജിക്കാനായിട്ട് കഴിയില്ല. അത്തരം സ്റ്റേറ്റ്മെന്റുകളെ ആണെന്ന് പറയാം സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. എന്നാൽ 2 അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ ഈ ആൻഡ്, പിന്നെ ഓർ, പിന്നെ ഇഫ്, ദെൻ ഇതൊരു ഫ്രേസ് ആണ്. അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വേറൊരു ഫ്രേസ് ആണ്. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടോ ആൻഡ് ഓർ, 2 കൺജങ്ഷൻസ് ആണല്ലേ ഗ്രാമർ പഠിക്കുന്ന കൺജങ്ഷൻസ്. ആൻഡ് ഓർ അല്ലെങ്കിൽ ഇഫ് ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇങ്ങനെയുള്ള ഫ്രേസുകൾ കൊണ്ടോ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന പുതിയ വലിയൊരു നീളമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുകയും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുക. അതായത് 2 അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ ആൻഡ് ഓർ മുതലായ കൺജങ്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഇഫ് ദെൻ അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തുടങ്ങിയ ഫ്രേസുകൾ കൊണ്ടോ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുക. അപ്പോൾ എക്സാമ്പിൾസ്, ഇനി ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മിനിമം 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവില്ല. അത് വീണ്ടും നമുക്ക് വിഭജിക്കാൻ പറ്റും അല്ലേ. അതിനകത്ത് ആൻഡ്, ചിലപ്പോൾ ആൻഡ് ചേർത്തായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്, ചിലപ്പോൾ ഓർ ചേർത്തായിരിക്കാം, ചിലപ്പോൾ ഇഫ് ദെൻ. ഇതിനകത്ത് എന്താണ് ഇഫ് കുറെ കുത്തിട്ടിരിക്കുന്നത്. അതിനകത്ത് ഇഫ് തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ചേർക്കും, പിന്നെ ദെൻ അതിനുശേഷം വേറൊരു സ്റ്റേറ്റ്മെന്റ്. ഇഫിനും ദെനിനും ഇടയിൽ വരണം, ദെനിന് ശേഷം വേറൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2 സ്റ്റേറ്റ്മെന്റുകൾക്കിടയിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് മിനിമം 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. 2-ലധികം ഉണ്ടാവട്ടോ. 2 അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുക. ഈ സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ യോജിപ്പിച്ചിട്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വയ്ക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസുകൾ ഞാൻ പറഞ്ഞല്ലോ, ആൻഡ് ഓർ, അങ്ങനെയുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസുകളെ നമ്മൾ കണക്റ്റീവ്സ് എന്നാണ് പറയുക. കണക്റ്റീവുകൾ, കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ അല്ലെങ്കിൽ ഫ്രേസുകളെ കണക്റ്റീവ്സ് എന്ന് പറയും.
എക്സാമ്പിൾസ് നോക്കുക. ഒന്നാമത് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇറ്റ് ഈസ് ഓൾറെഡി സിമ്പിൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. വേറെ ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. ഇതെന്താണ് മൊത്തമായിട്ട് പറഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം ഇതിനകത്ത് ആൻഡ് ചേർത്ത് രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ യോജിപ്പിച്ചിരുന്നു. ആൻഡ് ചേർത്ത് ഇനി ഞാൻ പറയാൻ വന്നതായിരുന്നു, ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയും. കമ്പോണൻസ് എന്നാണ് പറയുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് രണ്ട് കമ്പോണന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് എന്ന കണക്റ്റീവ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് രണ്ട് കമ്പോണന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ദ സ്കൈ ഈസ് ബ്ലൂ. ദ സെക്കൻഡ് കമ്പോണന്റ് ഈസ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ കമ്പോണൻസ് എടുത്തിടാൻ ചോദിക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇറ്റ്സ് കമ്പോണൻസ് ആർ ഒന്ന് ദ സ്കൈ ഈസ് ബ്ലൂ. അതിന്റെ ട്രൂത്ത് വാല്യൂ ഇടാൻ ചോദിച്ചാൽ ബ്രാക്കറ്റ് ട്രൂ ആണ് അല്ലെ? സ്കൈ ഈസ് ബ്ലൂ. രണ്ടാമത്തെ കമ്പോണന്റ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. അത് ട്രൂ ആയിട്ടുള്ളതാണ്. അങ്ങനെ ചോദിക്കാം ട്രൂത്ത് വാല്യൂ എഴുതാനായിട്ട്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതിയാവും. വേറൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. 0 ഈസ് എ പോസിറ്റീവ് നമ്പർ ഓർ എ നെഗറ്റീവ് നമ്പർ എന്ന് പറയാണ്. 0 ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ആവുന്നു എന്ന് പറയുകയാണ്. ഇതിനകത്ത് ഓർ എന്ന കണക്റ്റീവ് ചേർത്താണ് അല്ലെങ്കിൽ ഓർ എന്ന കൺജങ്ഷൻ ചേർത്ത് രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് രണ്ട് കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? 0 ഈസ് എ പോസിറ്റീവ് നമ്പർ. ആദ്യത്തെ കമ്പോണന്റ് അത് ഫോൾസ് ആണ്. 0 പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 0 ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഫോൾസ്. ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണ്. പിന്നെ രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ്? 0 ഈസ് എ നെഗറ്റീവ് നമ്പർ. അപ്പൊ നമ്മൾ 0 എന്നുള്ള തന്നിരിക്കുന്നത് 0 ഒറ്റ പ്രാവശ്യം ഉള്ളൂ. പക്ഷെ നമ്മൾ രണ്ട് കമ്പോണന്റുകളായിട്ട് എഴുതുമ്പോൾ 0 ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് എഴുതണം, 0 ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് എഴുതണം. അപ്പൊ രണ്ടിന്റെയും ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്താണെന്നുള്ളത്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൂടി തരാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നോട്ട്സ് ആക്കിയാണ് തരുന്നത്. നിങ്ങൾ പുസ്തകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി ഫോളോയിങ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ നോട്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്ന തറവാകാൻ വേണ്ടിയിട്ട് തരുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം. എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഇറ്റ്സ് ഫോർസ് ഈസ് ഈക്വൽ എന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക. എന്താണ് ചോദ്യം? ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ എഴുതുക. എന്നിട്ട് ഓരോ കമ്പോണന്റിന്റെയും ട്രൂത്ത് വാല്യൂ കൂടെ എഴുതുക. ഇറ്റ്സ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ടി ആണല്ലോ. സ്ക്വയർ എന്നുള്ളൊരു ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. ട്രൂ ആണ്. പിന്നെ രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ്? അതിന് ശേഷം ഇവിടെ തന്നിരിക്കുന്ന ഇറ്റ്സ് ഫോർ സൈഡ്സ് ഈക്വൽ. നമ്മൾ എഴുതുമ്പോൾ എ സ്ക്വയർ ഹാസ് ഓൾ ഇറ്റ്സ് സൈഡ്സ് ഈക്വൽ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അല്ലാണ്ട് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഒരുമിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ രണ്ടായിട്ട് പറയുമ്പോൾ വീണ്ടും എ സ്ക്വയർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അതിന് ട്രൂത്ത് വാല്യൂ എന്തായിരുന്നു? ട്രൂ അല്ലേ? ഒരു സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഐദർ ഈവൻ ഓർ ഓഡ്. എല്ലാ പ്രൈം നമ്പറുകളും ഒന്നുകിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ് എന്നാണ് പറയുന്നത്. അതിന്റെ രണ്ട് കമ്പോണന്റുകൾ കമ്പോണൻസ് ആർ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഒന്ന് ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഈവൻ. ഫോൾസ് അല്ലേ? എല്ലാ പ്രൈം നമ്പറുകളും ഈവൻ ആണോ? അല്ല, അത് ഫോൾസ് ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ്. അതും ഫോൾസ് ആണ് അല്ലെ? ഒരു ഈവൻ പ്രൈം നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അപ്പൊ അത് രണ്ടും ഫോൾസ് ആയിട്ടുള്ള കമ്പോണന്റുകളാണ്. മൂന്നാമത്തെ ചോദ്യം. എ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ക്യാൻ ഗോ ഫോർ MCA എന്നാണ് പറയുന്നത്. MCA എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്. ഈ കോഴ്സിന് പോകണമെങ്കിൽ ഒന്നുകിൽ ഒരു ആള് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എടുത്തിരിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ആൾക്ക് എന്തിനു പോകാം? MCAക്ക് പോകാമെന്നാണ്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള കോഴ്സിന് പോകാമെന്നാണ്. ഇതിന്റെ രണ്ട് കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? എ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ കമ്പ്യൂട്ടർ സയൻസ് ക്യാൻ ഗോ ഫോർ MCA. ട്രൂ ആണ് അല്ലെ? കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഒരാൾക്ക് MCAക്ക് പോകാം. ട്രൂ ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് വേറെ കമ്പോണന്റ്. എ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ മാത്തമാറ്റിക്സ് ക്യാൻ ഗോ ഫോർ MCA. അതും ട്രൂ ആയിട്ടുള്ള രണ്ട് കമ്പോണന്റുകൾ. ഇനി വീണ്ടും നാലാമത് വേറൊരെണ്ണം. ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് UP എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ രണ്ട് കമ്പോണന്റുകൾ. ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ഒന്നാമത്തെ കമ്പോണന്റ്. ട്രൂ ആണ് അല്ലെ? ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് UP അത് ഫോൾസ് ആണ് ആയിട്ടുള്ളൊരു കമ്പോണന്റ് ആണ്. അപ്പൊ രണ്ട് കമ്പോണന്റുകളുണ്ട്. രണ്ടിന്റെ ട്രൂത്ത് വാല്യൂ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു. വേറെ ഒരെണ്ണം. അഞ്ചാമത്തെ ചോദ്യം. റൂട്ട് 2 ഈസ് എ റാഷണൽ നമ്പർ ഓർ ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓർ ചേർത്തൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന്റെ രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത് റൂട്ട് 2 ഈസ് എ റാഷണൽ നമ്പർ ഫോൾസ് ആണ്. പിന്നെ റൂട്ട് 2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ ട്രൂ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. വേറെ ഒരെണ്ണം.
24 is a multiple of 2, 4 and 8. ഇത് അതിന്റെ ഇതൊരു മൊത്തമായിട്ട് പറഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് 3 കമ്പോണന്റുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാ 3 കമ്പോണന്റുകൾ? 24 is a multiple of 2 ഒന്നാമത്തത്. അതിന് ട്രൂത്ത് വാല്യൂ എന്താണ്? ടി എന്ന് എഴുതാം. നമുക്ക് ട്രൂത്ത് വാല്യൂ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ടി ആയിരിക്കും കേട്ടോ. രണ്ടാമത് 24 is a multiple of 4, അതും ടി തന്നെ അല്ലേ? ട്രൂ തന്നെ അല്ലേ? അടുത്തത് മൂന്നാമത് കമ്പോണന്റ് 24 is a multiple of 8, അതും ട്രൂ ആണ്. അപ്പം 3 കമ്പോണന്റുകൾ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക. ഇങ്ങനെ ഇത് ചോദിക്കാവുന്നതാണ്. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ അടങ്ങിയിരിക്കുന്ന കമ്പോണന്റുകൾ എടുത്തെഴുതാൻ ചിലപ്പോൾ ചോദിക്കാം ഒരു മാർക്കിന്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പൊ നമ്മൾ ആൻഡ് ചേർത്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്താണെന്ന് കണ്ടു. അതുപോലെ ഓർ ചേർത്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, 2 തരം കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ആൻഡ് ചേർത്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഓർ ചേർത്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അതിന്റെ കമ്പോണന്റുകളൊക്കെ എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്തുണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കാം. ഇഫ് ദെൻ അതിന് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്നാണ് പറയുക. കണ്ടീഷണൽ ആണ്, കണ്ടീഷൻ വിധേയമായിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്ന് ചുരുക്കി പറയും. അതായത് ഇഫ്, പിന്നെ അതിന്റെ ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അതിനുശേഷം വേറെ സ്റ്റേറ്റ്മെന്റ്. ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്തുണ്ടാക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളെയാണ് എന്ന് പറയാം കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് പറയും. അതായത് ലെറ്റ് പി ആൻഡ് ക്യൂ ബി 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്. ജനറൽ ഞാൻ പറയണം, പി ക്യൂ എന്ന് പറയുന്ന 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളാണെന്നിരിക്കട്ടെ. Then a compound statement in the form if P then Q. If then ഒരു phrase ആണ്. If then എന്ന് പറയുന്ന ഒരു phrase ആണ്. If ന് then P എന്ന സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ചേർത്ത് then ന് ശേഷം രണ്ടാമത്തെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് അപ്പൊ നമുക്ക് വലിയൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടും അല്ലെ? അതിനെയാണ് നമ്മൾ എന്താ പറയാ? കണ്ടീഷണൽ. കണ്ടീഷണൽ അല്ലേ? ഇന്നതാണെങ്കിൽ ഇന്നതാണ്, P ആണെങ്കിൽ Q ആണ്. If P then Q എന്ന് പറയാം. P ആണെങ്കിൽ Q. അങ്ങനെ മാത്തമാറ്റിക്സ് ധാരാളം ക്വസ്റ്റ്യൻസ് ഇന്നതാണെങ്കിൽ ഇന്നത് തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയും വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് ഇങ്ങനെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് വായിക്കും സിംബോളിക്കലി. പി ഇഫ് പി ദെൻ ക്യൂ എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പി ഇംപ്ലൈസ് ക്യൂ എന്നും പറയാറുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? പി ഇംപ്ലൈസ് ക്യൂവിന്റെ അർത്ഥം എന്താണ്? ഇഫ് പി ദെൻ ക്യൂ, അതാണ് പി ഇംപ്ലൈസ് ക്യൂവിന്റെ അർത്ഥം. 2 എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ലെറ്റ് പി ബി ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഒരു നമ്പർ 9 ഗുണിതമാണെന്ന് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പി എന്നിരിക്കട്ടെ. Q be the statement that a number is a multiple of 3. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകളെ ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്ത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ്. പുതിയ സ്റ്റേറ്റ്മെന്റ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇഫ് ഇഫ് പി എന്ന് പിക്ക് മൊത്തം ചേർക്കുക. ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ദെൻ കണ്ടോ, പിന്നെ അതിനുശേഷം ക്യൂ ചേർക്കുക. എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇതിനെ രണ്ടിനെയും നമ്മൾ ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്ത് ഒരു എന്തുണ്ടാക്കി? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ഒരു പുതിയൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്ത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ദെൻ ഇറ്റ് ഈസ് പിന്നെ വീണ്ടും എ നമ്പർ എന്നുള്ള ആവർത്തിക്കുന്നത് ദെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്, നമുക്കറിയാം എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലാവും. വീണ്ടും ആ എ നമ്പർ എന്നുള്ള റിപ്പീറ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 എഴുതിയാൽ മതിയാവും. നേരെ തിരിച്ച് ചോദിക്കാം, പരീക്ഷ എങ്ങനെ ചോദിക്കാം? ഇതുപോലെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് അടങ്ങിയിരുന്ന കമ്പോണൻസ് ഏതൊക്കെയാന്ന് ചോദിക്കാം. അപ്പൊ എന്തായാലും ഇതുപോലെ 2 ആയിട്ട് എഴുതണം. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ലെറ്റ് പി ബി ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു ആർ ബോൺ ഇൻ സം കൺട്രി. ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചതല്ല നിങ്ങൾ. യു ആർ ബോൺ ഇൻ സം കൺട്രി, നിങ്ങൾ ഏതോ രാജ്യത്ത് ജനിച്ചു. ക്യൂ എന്ന് പറയുന്നത് യു ആർ എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി, നിങ്ങൾ ആ കൺട്രിയുടെ ഒരു സിറ്റിസൺ ആണ്, ഒരു പൗരനാണെന്നുള്ള. ഇതിന് രണ്ടിനെ ഇഫ് ദെൻ ചേർത്ത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. എന്തായിരിക്കും? പി ഇംപ്ലൈസ് ക്യൂ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇഫ് യു ആർ ബോൺ ഇൻ സം കൺട്രി ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി അല്ലേ? ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2 കമ്പോണന്റുകൾ യോജിപ്പിച്ചിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്നതാണ്. കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളിപ്പോൾ പഠിച്ചത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചല്ലേ പഠിച്ചത്? 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ പി ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്ത് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന പുതിയ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനെ ആണല്ലോ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നാലുണ്ടല്ലോ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വലുത് തന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതുക, കോൺവേഴ്സ് എഴുതുക.
കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്കും ഇല്ല കേട്ടോ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾക്ക് മാത്രമേ ഇത് നിർവചിച്ചിട്ടുള്ളൂ. ഇത് കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും എന്താണെന്നുള്ളത്. ലെറ്റ് പി ഇംപ്ലൈസ് ക്യൂ, അല്ലെങ്കിൽ ഇതെങ്ങനെ പറയാം, പി ഇംപ്ലൈസ് ക്യൂ ചുരുക്കമാണ് ഇഫ് പി ദെൻ ക്യൂ അല്ലെ. ബി എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ജനറൽ ആയിട്ട് പറയാനുണ്ടോ, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോം ക്യൂ ഇംപ്ലൈസ് പി, ക്യൂ ആദ്യം എഴുതുക പി രണ്ടാമത് എഴുതുക, അല്ലെങ്കിൽ അതിന് എങ്ങനെ പറയാം വിശദമായിട്ട് ഇഫ് ക്യൂ ദെൻ പി എന്ന രീതി പറയാം. തന്നിരുന്ന ഇഫ് പി ദെൻ പി എന്ന രൂപത്തിലായിരുന്നേ, അതിനെ നേരെ തിരിച്ച് ഇഫ് ക്യൂ ദെൻ പി, രണ്ടാമത്തെ കമ്പോണന്റ് ആദ്യം എഴുതുക, ആദ്യത്തെ കമ്പോണന്റ് രണ്ടാമത് എഴുതുക. അപ്പോൾ കിട്ടുന്ന പുതിയ വേറൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് തന്നിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എന്ന് പറയും, വിപരീതം. നേരെ തിരിച്ചെഴുതുന്നത് ഇതിനെ തന്നിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു കോൺവേഴ്സ് എന്ന് പറയുന്നത്, അതിന് കോൺവേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഇനി വീണ്ടും നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി, അല്ലെങ്കിൽ എങ്ങനെ പറയാം ഇഫ് നെഗേഷൻ ഓഫ് ക്യൂ ദെൻ നെഗേഷൻ ഓഫ് പി, രണ്ടാമത്തെ കമ്പോണന്റ് നെഗറ്റീവ് ആദ്യം എഴുതുക, പിന്നെ ദെന്നിന് ശേഷം ആദ്യത്തെ കമ്പോണന്റ് നെഗേഷൻ എഴുതുക. അപ്പോൾ കിട്ടുന്ന പുതിയ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനെ തന്നിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാപോസിറ്റീവ് എന്ന് വിളിക്കുന്നു. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തരും, ചിലപ്പോൾ അതിന്റെ കോൺവേഴ്സ് എഴുതാൻ ചോദിക്കാം 1 മാർക്കിന്, ചിലപ്പോൾ അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ ചോദിക്കാം. എന്തേ അറിഞ്ഞിരിക്കാൻ, ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ കോൺവേഴ്സ് എന്താണ്, ഇഫ് ക്യൂ ദെൻ പി എന്ന രൂപത്തിൽ എഴുതുക. രണ്ടാമത്തെ കമ്പോണന്റ് ആദ്യം എഴുതുക, ആദ്യത്തെ കമ്പോണന്റ് രണ്ടാമത് എഴുതുക. പിന്നെ അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്, ഇഫ് നെഗേഷൻ ഓഫ് ക്യൂ ദെൻ നെഗേഷൻ ഓഫ് പി. നെഗേഷൻ എഴുതാൻ നേരത്തെ ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് തന്നിരിക്കുന്നതിന്റെ കോൺട്രാപോസിറ്റീവ്. ഞാൻ ഏതാനും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിക്കാം, അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റൈറ്റ് ദി കോൺവേഴ്സ് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കുറെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റുകൾ തരികയാണ്, അതിന്റെ കോൺവേഴ്സ് മാത്രം എഴുതാൻ എഴുതും. കോൺവേഴ്സ് വിപരീതം എഴുതുക. ഒന്നാമത്തത് ഇഫ് എ നമ്പർ n ഈസ് ഈവൻ then n സ്ക്വയർ ഈസ് ഈവൻ. ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇഫ് എ നമ്പർ n ഈസ് ഈവൻ, n എന്ന് പറയുന്ന നമ്പർ ഈവൻ ആണെങ്കിൽ then n സ്ക്വയർ ഈസ് ഈവൻ, അതിന് സ്ക്വയർ എടുത്താൽ ഈവൻ ആയിരിക്കും എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന് കോൺവേഴ്സ് എന്തായിരിക്കും? അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ആദ്യത്തെ കമ്പോണന്റ് എ നമ്പർ n ഈസ് ഈവൻ അല്ലെ, രണ്ടാമത്തെ കമ്പോണന്റ് നമ്പർ n സ്ക്വയർ ഈസ് ഈവൻ എന്നുള്ളതാണ്. ഇതിന് കോൺവേഴ്സ് പറഞ്ഞ് രണ്ടാമത്തെ കമ്പോണന്റ് ആദ്യമാക്കി പറയാം. ഇഫ് എ നമ്പർ n സ്ക്വയർ ഈസ് ഈവൻ then it is even. ഇങ്ങനെ തിരിച്ചു പറഞ്ഞാൽ ഇഫ് എ നമ്പർ n സ്ക്വയർ ഈസ് ഈവൻ then n is even, അല്ലെങ്കിൽ it is even എഴുതിയാലും മതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം if you do all the exercises in the book you get an A grade in the class. അതായത് ഈ ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു എങ്കിൽ you get an A grade in the class, ക്ലാസ്സിൽ നിങ്ങൾക്ക് A grade കിട്ടുമെന്നാണ് പറഞ്ഞത്. If you do all questions in the all exercises in the book you get an A grade in the class. ഇതിന്റെ കോൺവേഴ്സ് പറഞ്ഞു രണ്ടാമത്തെ കമ്പോണന്റ് ആദ്യമാക്കിയാൽ മതി. if you get an A grade in the class അല്ലേ, രണ്ടാമത്തെ കമ്പോണന്റ് അല്ലേ, ദെന്നിന് ശേഷമുള്ള ഇവിടെ ദെൻ വരുന്നുണ്ടോ, ദെൻ തന്നിട്ട് അവിടെ ദെൻ ഉണ്ട് ഓർത്തുള്ള, ദെൻ ഇവിടെയാണ് ദെൻ വരേണ്ട. if you do all the exercises in the book then ഇവിടെ വരുന്നുണ്ട്. പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെ തന്നെ ഉണ്ട്. എന്നാലും അതിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, ദെൻ ഉണ്ട് ഇവിടെ കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ദെൻ വരേണ്ടതാണ് ശരിക്കും. if you do all the exercises in the book then you get an A grade in the class. അപ്പം ഇതിന്റെ കോൺവേഴ്സ് പറഞ്ഞേ if you get an A grade in the class ആദ്യം പറഞ്ഞു, then you did all the അല്ലെങ്കിൽ you have done no ഇങ്ങനെയുള്ള all the exercises of the book. അത് നിങ്ങൾ ഇഷ്ടംപോലെ എഴുതാം, ഇതുപോലെ തന്നെ എഴുതാൻ you have done no you did all the exercises of the book എന്ന് എഴുതാം. ഇതാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കോൺവേഴ്സിന് 2 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇനി കോൺട്രാപോസിറ്റീവിന് 2-3 എക്സാമ്പിൾസ് പറയാം. രണ്ടാമത്തെ ചോദ്യം നോക്കി, അതായത് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കോൺട്രാപോസിറ്റീവ് ഇതാണ്. കോൺട്രാപോസിറ്റീവ് ഓർത്ത് മനസ്സിലാക്കുക. ഇഫ് പി ദെൻ ക്യൂ എന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ് എന്താണ്? ഇഫ് നെഗേഷൻ ക്യൂ ആദ്യം പറഞ്ഞു, ദെൻ നെഗേഷൻ പി രണ്ടാമത് പറഞ്ഞു. രണ്ടാമത്തിന്റെ നെഗറ്റീവ് തുടങ്ങി അതിന് നെഗറ്റീവ് അവസാനിക്കണം. ചോദ്യം ഇതാണ്, if a number is divisible by 9 then it is divisible by 3. if a number is divisible by 9, ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ then it is divisible by 3. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ അതിന്റെ കോൺവേഴ്സ് എഴുതാൻ ചോദിക്കും. ഇവിടെ കോൺട്രാപോസിറ്റീവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും കോൺട്രാപോസിറ്റീവ്? എന്താ പറയുക? if a number is not divisible by 3. രണ്ടാമത്തെ ക്യൂ എന്ന് പറയുന്നല്ലേ, ദെന്നിന് ശേഷമുള്ള ക്യൂ എന്ന് പറയുന്നത്. അതിന്റെ നെഗറ്റീവ് ആദ്യം പറയാം.
അപ്പൊ ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. രണ്ടിന്റെ നെഗറ്റീവ് പറഞ്ഞു. രണ്ടാമത്തെ നെഗറ്റീവ് ആദ്യം പറഞ്ഞു, ആദ്യത്തെ നെഗറ്റീവ് രണ്ടാമത് പറഞ്ഞു. ഇവിടെ ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ഇതാണ് ഇതിന്റെ കോൺട്രാപോസിറ്റീവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ചോദിച്ചു, ഇഫ് യു ആർ ബോൺ ഇൻ ഇന്ത്യ ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അല്ല, നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ഒരു സിറ്റിസൺ ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും? ഇഫ് യു ആർ നോട്ട് എ സിറ്റിസൺ, ഇഫ് യു ആർ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു ആർ നോട്ട് ബോൺ ഇൻ ഇന്ത്യ. മനസ്സിലായി? ശരിയല്ലേ? അർത്ഥം രണ്ടൊന്നും തന്നെയല്ലേ? നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇന്ത്യയുടെ ഒരു പൗരനായിരിക്കും. അപ്പൊ അതിന് കോൺട്രാപോസിറ്റീവ് ആണ്. നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പൗരനല്ല. രണ്ട് അർത്ഥം തന്നെയാണ് അവിടെ. രണ്ടു തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ then it is isosceles. ഇവിടെ then പരിഗണന പുസ്തകത്തിൽ നിന്നാണ് then ഉണ്ട് അവിടെ. If a triangle is equilateral then it is isosceles ആണ്. അപ്പൊ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് ആണ്, if a triangle is not isosceles then it is not equilateral. മനസ്സിലായി? ഇതൊക്കെയാണ് കോൺട്രാപോസിറ്റീവ്. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി അയക്കാം. വേറൊരു ചോദ്യം ശ്രദ്ധിച്ച്, ഐഡന്റിഫൈ ദ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞത് ആൻഡും ഓറും ചേർത്ത് ഉണ്ടാക്കിയ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പഠിപ്പിച്ചപ്പോഴത്തേന് അന്നേരം കമ്പോണന്റുകൾ എഴുതാൻ പഠിപ്പിച്ചു. ഇതിപ്പോ എന്താ, ഇഫ് ദെൻ എന്ന ഫ്രേസ് ചേർത്തതാണ് ചില കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. അതിന്റെ കമ്പോണൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ചോദ്യം, ഇഫ് എ ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസെലസ്. ഇത് കാണുമ്പോഴറിയാം ഇതൊരു കണ്ടീഷണൽ ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇംപ്ലിക്കേഷൻ ആണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇത് ഇഫ് ദെൻ, ഇഫ് ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ദെൻ അതിനുശേഷം വെച്ചിട്ട് ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയും. ഇതിന്റെ രണ്ട് കമ്പോണൻസ് ഇതായി പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഇറ്റ്സ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ, ആദ്യത്തെ എന്താണ്, എ ട്രയാങ്കിൾ എ ബി സി ഈസ് ഇക്വിലാറ്ററൽ, അത്രേ ഉള്ളൂ. രണ്ടാമത് കമ്പോണന്റ് ഏതാ, എ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ചേർത്ത് എഴുതുമ്പോൾ എ ട്രയാങ്കിൾ എ ബി സി ഒരു പ്രാവശ്യമുള്ള കമ്പോണന്റുകളായിട്ട് എഴുതുമ്പോഴത്തേന് ഈ എ ട്രയാങ്കിൾ എ ബി സി രണ്ട് പ്രാവശ്യം പറയണമെന്ന് മാത്രം. വേറെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ് ദെൻ, ഇഫ് ദെൻ അതിനിടയിൽ വരുന്നത് ആദ്യത്തെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ് ദെൻ എ ഇൻറ്റു ബി ഈസ് എ റാഷണൽ നമ്പർ, എ ബി ഈസ് എ റാഷണൽ നമ്പർ. എയും ബിയും ഇന്റിജറുകളാണെങ്കിലേ അവയുടെ ഗുണഫലം റാഷണൽ നമ്പർ ആയിരിക്കും. ഇതിന്റെ കമ്പോണൻസ് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആക്കി പറയാം. ഇറ്റ്സ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ, ഒന്നാമത് എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ്, അത് ഇഫിനും ദെന്നിനും ഇടയിലുള്ളതുകൊണ്ട് എഴുതിയാൽ മതി, എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ്. രണ്ടാമത്തെ കമ്പോണന്റ് അതിന് ശേഷമുള്ള എ ബി ഈസ് എ റാഷണൽ നമ്പർ. വളരെ എളുപ്പമല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണെല്ലാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് തരത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും. പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ തെളിയിക്കാൻ കഴിയും. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത്, അതിന്റെ സാധുത, വാലിഡിറ്റി രണ്ട് തരത്തിൽ പരിശോധിക്കാം. അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. അതും ചോദിക്കാവുന്ന ഒരു ടൈപ്പാണ്. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തരും, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ എങ്ങനെ മനസ്സിലാവും, ഇഫ് പി ദെൻ ക്യൂ എന്ന രൂപത്തിൽ തരുന്ന സ്റ്റേറ്റ്മെന്റുകളാണല്ലോ കണ്ടീഷണൽ. ഇന്നതാണെങ്കിൽ ഇത് തെളിയിക്കുക, അങ്ങനെയാണ് ചോദ്യം. ഇന്നതാണെങ്കിൽ ഇത് തെളിയിക്കുക. അപ്പൊ അത് നമുക്ക് രണ്ട് തരത്തിൽ പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ വാലിഡിറ്റി എന്ന് പറയും, വാലിഡിറ്റി, സാധുത എത്രത്തോളം ഉണ്ട്, ശരിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് രണ്ട് തരത്തിൽ പരിശോധിക്കാം. ഡയറക്റ്റ് മെത്തേഡ് ചോദിക്കാം, പരിശോധിക്കാൻ പറ്റും. അതുപോലെ കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന പേര് തന്നെ ഡയറക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ രൂപത്തിലാണ്, ഇഫ് പി ദെൻ ക്യൂ എന്ന രൂപത്തിലാണ്. അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ആ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അത് തെളിയിക്കാൻ അല്ലെങ്കിൽ വലിയ സാധുത, ആ സ്റ്റേറ്റ്മെന്റ് കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക, അതാണ് ചോദ്യം. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ. നമ്മൾ ഇതിന് ആദ്യത്തെ കമ്പോണന്റ്, ഇഫിനും പി എന്നതിനും ഇടയിലുള്ള ആദ്യത്തെ കമ്പോണന്റ് ഉണ്ട്, അത് ശരിയാണെന്ന് ഇരിക്കട്ടെ. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ. എന്നിട്ട് ആ അസംഷൻ വെച്ചുകൊണ്ട് പ്രൂവ് ദാറ്റ് ക്യൂ ഈസ് ട്രൂ. ഇതിന് ശേഷമുള്ള സെക്കൻഡ് കമ്പോണന്റ് അത് ശരിയാണ്. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് ശരിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് രണ്ടാമത്തെ കമ്പോണന്റിൽ എത്തിച്ചേരുന്നതിനെയാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. ആദ്യത്തെ കമ്പോണന്റ് ഡയറക്റ്റ് നേരെ വളച്ചിട്ടൊന്നുമില്ല, നേരെ പോവാ, ആദ്യത്തെ തുടങ്ങി രണ്ടാമതിൽ അവസാനിക്കുക, അങ്ങനെ തുടങ്ങുന്നതിനെയാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. അതായത് ചുരുക്കി പി തുടങ്ങിയിട്ട് ഇംപ്ലൈസ് ആ ക്യൂ, ലഘൂകരിച്ച് പി ഇംപ്ലൈസ് ക്യൂ, പിയിൽ തുടങ്ങുക, എന്താ ലഘൂരിച്ച് ക്യൂവിൽ എത്തിച്ചേരുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഇനി കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനാണ്, അസ്യൂം ദാറ്റ് നെഗേഷൻ ക്യൂ ഈസ് ട്രൂ. നമ്മൾ കോൺട്രാപോസിറ്റീവ് കാണാൻ പഠിച്ചല്ലോ.
ഇപ്പൊ കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ തെളിയിക്കാൻ ചോദിച്ചാൽ എങ്ങനെ തുടക്കം എങ്ങനെയാണ്? രണ്ടാമത്തെ കമ്പോണന്റ് നെഗറ്റീവ് ശരിയാണെന്നിരിക്കട്ടെ, അത് ഓർത്തിരുന്നാൽ മതി. അസ്യൂം ദാറ്റ് നെഗേഷൻ ക്യൂ ഈസ് ട്രൂ, എന്നിട്ട് അത് വെച്ചുകൊണ്ട് പ്രൂവ് ദാറ്റ് നെഗേഷൻ പി ഈസ് ട്രൂ. നെഗേഷൻ ക്യൂവിൽ തുടങ്ങി നെഗേഷൻ പിയിൽ അവസാനിക്കുക. അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതിനാണല്ലോ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുക. അങ്ങനെ തെളിയിക്കുന്നതിനാണ് എന്ന് പറയുക കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയാം. അപ്പം പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ ഇഫ് പി ദെൻ ക്യൂ എന്ന തരത്തിലുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ വാലിഡിറ്റി രണ്ട് തരത്തിൽ നമുക്ക് പരിശോധിക്കാം. എങ്ങനെയൊക്കെ പരിശോധിക്കാം? ഡയറക്റ്റ് മെത്തേഡിൽ. ഡയറക്റ്റ് മെത്തേഡിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അത് ഇപ്പം നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും ഒരു ഏത് ചോദ്യം വന്നാലും ഇത്ര ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ കമ്പോണന്റിൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ കമ്പോണന്റിൽ എത്തിച്ചേരുന്നതിനെയാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുക. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് തെളിയിക്കാൻ ചോദിച്ചാൽ എന്താ, എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ക്യൂവിന്റെ നെഗേഷനിൽ തുടങ്ങാം. രണ്ടാമത്തെ നെഗറ്റീവിൽ തുടങ്ങിയിട്ട് ആദ്യത്തെ നെഗറ്റീവിൽ അവസാനിക്കുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ കോൺട്രാപോസിറ്റീവ്. ഒരു ചോദ്യം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചോദ്യം ശ്രദ്ധിച്ചോളാം. പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ്, എന്താ പറയുക, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇന്റിജേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇഫ് എക്സ് കോമ വൈ ബിലോങ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇന്റിജേഴ്സ് എന്ന് പറയുന്നതിന് പകരം ആ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഓഡ് എന്ന് പറയുന്നത് അർത്ഥം എക്സും വൈ എന്താണ്, രണ്ട് ഓഡ് ഇന്റിജേഴ്സ് ആണെങ്കിൽ എന്താ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു ഓഡ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനൊരു നീട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ് സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഓഡ് ദെൻ ഇഫിനും ദെന്നിനോടെയുള്ള ദെൻ എക്സ് വൈ ഇസഡ് അവയുടെ ഗുണനഫലം ഓടായിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? എക്സും വൈയും രണ്ട് ഓഡ് ഇന്റിജേഴ്സ് ആണെങ്കിൽ അവയുടെ ഗുണനഫലവും എന്തായിരിക്കും? ഓടായിരിക്കും എന്നതിന്റെ സാധുത എത്രത്തോളം ഉണ്ട്, ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. എങ്ങനെ? ബൈ ഡയറക്റ്റ് മെത്തേഡും കോൺട്രാപോസിറ്റീവ് മെത്തേഡിലും. അല്ലെങ്കിൽ ശരിയാണെന്ന് തെളിയിക്കുക. എക്സും വൈയും രണ്ട് ഓഡ് നമ്പറുകളാണെങ്കിൽ, ഓഡ് ഇന്റിജറുകളാണെങ്കിൽ അവയുടെ ഗുണഫലമായ എക്സിന്റെ വൈയും ഓഡ് ഇന്റിജർ എന്ന് തെളിയിക്കുക, ഓഡ് നമ്പർ എന്ന് തെളിയിക്കുക. അല്ലെങ്കിൽ അതിന്റെ സാധ്യത എത്രത്തോളം ശരിയെന്ന് പരിശോധിക്കുക. രണ്ട് മെത്തേഡിലും പരിശോധിക്കാൻ പറയും. പരീക്ഷയ്ക്ക് ഒരെണ്ണേ ചോദിക്കുള്ളൂ, ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. ഇവിടെ ഞാൻ രണ്ട് ചെയ്ത് കാണിക്കാം. ഇപ്പൊ രണ്ടിനും എക്സാമ്പിളോ. ഒന്നാമത്തത് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? എങ്ങനെയാണ് തുടക്കം? അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ രണ്ട് കമ്പോണന്റ്സ് എടുത്തിട്ട് ആദ്യത്തിന് പി എന്ന് പേര് കൊടുത്തേക്കാം. ഇഫിനും ആദ്യ ഭാഗത്തിന് പി എന്ന് പേര് കൊടുക്കാം. ദെന്നിന് ശേഷമുള്ള രണ്ടാം ഭാഗത്തിന് ക്യൂ എന്നും പേര് കൊടുക്കാം. നോക്കി, ലെറ്റ് പി വിത്ത് കമ്പോണന്റ് ദാറ്റ്, പി വിത്ത് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈ എക്സ് വൈ ഇത് കാണുന്ന പോലെയാണ് എടുത്താൽ മതി. എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ് ആർ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഓഡ് എന്ന് എടുത്തിട്ടുള്ളൂ. എക്സ് ആൻഡ് വൈ ബിലോങ് ടു ഇസഡ് സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഓഡ്. ആദ്യത്തെ കമ്പോണന്റ് എഴുതി. രണ്ടാമത്തെ കമ്പോണന്റ് ദെന്നിന് ശേഷമുള്ളത് ദെൻ കഴിഞ്ഞുള്ള എക്സ് വൈ ഇസോഡ് ഉണ്ട്, അത് ക്യൂ നിൽക്കുന്നത്. എക്സ് വൈ ഇസോഡ് ക്യൂ രണ്ട് കമ്പോണന്റുകൾ. അപ്പൊ ഇത് ഡയറക്റ്റ് മെത്തേഡിൽ തെളിയിക്കാനാണ് പറയുന്നത്. എന്താ പറയുക? പി ശരിയാണെന്നിരിക്കട്ടെ, എന്നിട്ട് അത് ലഘൂകരിച്ച് അവസാനം ക്യൂവിൽ എത്തിച്ചേരുക. അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ എന്താണ്, അത് ഡയറക്റ്റ് മെത്തേഡ് ശരിയാണെന്ന് പറയാൻ സാധിക്കും. അപ്പം ഡയറക്റ്റ് മെത്തേഡിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. മെത്തേഡ് അസ്യൂം ദാറ്റ് പി, ആദ്യത്തെ കമ്പോണന്റ് പി ഒന്നുകൂടി എഴുതുക. എക്സ് വൈ ആർ ഓഡ് ഇന്റിജേഴ്സ്, ചുരുക്കിയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതാൻ നിർബന്ധമില്ല, അതിന് ഞാൻ ചുരുക്കി. എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇന്റിജേഴ്സ് ഇൻവെർട്ടഡ് കോമേഴ്സ് ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. ഇത് ശരിയാണെന്നിരിക്കട്ടെ. എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇന്റിജേഴ്സ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നിരിക്കട്ടെ എന്നാ പറയുന്നത്. പി, അപ്പൊ പി ശരിയാണെന്നിരിക്കട്ടെ. ഈ തന്നിരിക്കുന്നതിനാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓഡ് ഇന്റിജേഴ്സ്. ഇനി എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എക്സും വൈയും ഓഡ് ഇന്റിജേഴ്സ് ആണ് എഴുതിയിരുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നതായിരിക്കും ഓഡ് നമ്പറിന് സാധാരണ സം 2m+1 എന്ന രൂപത്തിൽ എഴുതാൻ പാടില്ലേ? അതിന് വൈ എന്നുള്ളതോ സം 2n+1. ഇപ്പം 2m+1 2k+1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓഡ് ഇന്റിജറുകളാണെന്ന് നമ്മളോട് എഴുതിയത്. ഒരു ഓഡ് നമ്പറിന്റെ സാധാരണ രൂപം എന്താണ്? 2m+1. രണ്ടിന്റെ ഗുണത്തോടുകൂടി ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളല്ലേ ഓഡ് നമ്പറുകൾ എന്ന് പറയാം. അപ്പൊ 2m എന്ന് മാത്രം പറയാം ഈവൻ നമ്പറിന്റെ സാധാരണ രൂപമാണ്. ഇത് ഓഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് എക്സിന് ജനറൽ ആയിട്ട് 2m+1 എഴുതാം. വൈ വേറെ ഓഡ് ഇന്റിജർ അല്ലേ, അപ്പൊ വൈ നമുക്ക് 2m+1 എഴുതാം. വേറെ m and n are 2 integers കേട്ടല്ലോ. ഓഡ് ഇന്റിജേഴ്സിന്റെ സാധാരണ രൂപമാണ് എഴുതുന്നുള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ്, ഇനി നമുക്ക് ഗുണിച്ച് നോക്കണം. ഗുണനഫലം എക്സ് വൈ ഓടുന്നല്ലേ തെളിയിക്കണം. അപ്പൊ എക്സ് വൈ കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് എക്സ് ഇൻറ്റു വൈ? ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഇൻറ്റു വൈ, എക്സ് എഴുതി വൈ എഴുതി. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്താണ്? 2m+1 ഇൻറ്റു 2n+1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? 4mn + 2m + 2n+1 ബ്രാക്കറ്റ് വാല്യൂബിൾ ഇങ്ങനെ കിട്ടും. ഇതിന് നമുക്ക് വീണ്ടും എന്താണെന്ന് കാണിക്കേണ്ടത്? നമ്മുടെ ലക്ഷ്യം എക്സ് ഇൻറ്റു വൈ ഓട് എന്നാണ് പറയുന്നത്. അപ്പൊ എക്സിന്റെ ഈ ഗുണനഫലവും ഓഡ് നമ്പർ ആണെന്നല്ലേ കാണിക്കേണ്ടത്.
ഓഡ് നമ്പറിന്റെ അർത്ഥം എന്താണ്? 2ന്റെ ഗുണിതം +1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇതാണ് നമ്മൾ ഗുണിച്ചു വെച്ചിരിക്കുന്നു, എക്സിന് വൈ ഗുണിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് 2ന്റെ ഗുണിതം +1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ഇപ്പൊ നോക്കി, ആദ്യത്തെ 3 പദങ്ങൾ ഞാൻ 2 പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി 2mn + m + n + 1 എന്ന് ഞാൻ എഴുതി. ഇപ്പൊ നോക്കി, 2ന്റെ ഗുണിതമല്ലേ ആദ്യത്തെ പാർട്ട്. 2ന്റെ ഗുണിതം +1 എന്ന രൂപത്തിൽ എഴുതാൻ കഴിഞ്ഞില്ല. x × y, ഈ ഗുണന ഫലത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? മൾട്ടിപ്പിൾ ഓഫ് 2 + 1 എന്ന രൂപത്തിൽ എഴുതാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇംപ്ലൈസ് ദാറ്റ് xy ഈസ്, ഇതിന്റെ സാധാരണ ഓർഡർ xy ഈസ് ഓഡ്. xy ഓഡ് എന്നുള്ള എന്താണ്? q എന്നല്ലേ? ദാറ്റ് ഈസ് q. xy ഈസ് ഓഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് q ആണ്. നമ്മൾ എവിടെ തുടങ്ങി? p തുടങ്ങിയിട്ട് ഇംപ്ലൈസ് ഇട്ട് ചെയ്ത് അവസാനം q എത്തിച്ചേർന്നല്ലേ നോക്കി. ആദ്യ കമ്പോണന്റിൽ തുടങ്ങി അവസാനം രണ്ടാമത്തെ കമ്പോണന്റിൽ എത്തിച്ചേർന്നു. അപ്പൊ ഇത് ഡയറക്റ്റ് മെത്തേഡിൽ തെളിയിച്ചു കഴിഞ്ഞുകൊണ്ടോ ശരിയാണ്. എക്സും വൈ ഓഡ് ഇന്റീരിയേഴ്സ് ആണെങ്കിൽ അവയുടെ ഗുണഫലമായ എക്സിന് വൈയും ഓഡ് എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി ഇത് രണ്ടാമത്തെ എന്താണ്? കോൺട്രാ പോസിറ്റീവ് മെത്തേഡിൽ തെളിയിക്കണം. ഇപ്പോൾ പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെന്റിന് കോൺട്രാ പോസിറ്റീവ് മെത്തേഡിൽ ശരിയാണോ അല്ലെങ്കിൽ ശരിയാണെന്ന് തെളിയിക്കാം. കോൺട്രാ പോസിറ്റീവ് മെത്തേഡിൽ സ്റ്റേറ്റ്മെന്റ് സെയിം തന്നെയാണ് കേട്ടോ. എന്തായാലും സ്റ്റേറ്റ്മെന്റ് ഇഫ് എക്സ് ആൻഡ് എക്സ് വൈ ഇന്റീരിയേഴ്സ് such that x and y are odd, then xy is odd. അത് സ്റ്റേറ്റ്മെന്റിന് മാറ്റമില്ല. അത് ഡയറക്റ്റ് മെത്തേഡിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് തെളിയിക്കണം. എങ്ങനെയാണ് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് തെളിയിക്കേണ്ടത്? ആദ്യം നമ്മൾ 2 കമ്പോണന്റുകൾ എടുത്തിരുന്നു. അതിപ്പോ ഏത് മെത്തേഡ് തെളിയിക്കാൻ ചോദിച്ചാൽ 2 കമ്പോണന്റുകൾ എടുത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പി എന്നുള്ളത് ഇഫിനും തെന്നിനുള്ള കമ്പോണന്റ് ആദ്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ തെന്നിന് ശേഷമുള്ള രണ്ടാമത്തെ കമ്പോണന്റ്. കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എവിടെയാ തുടക്കം? ക്യൂവിന്റെ നെഗറ്റീവ് തുടങ്ങണം അല്ലെ? രണ്ടാമത്തെ കമ്പോണന്റ് നെഗറ്റീവ് തുടങ്ങണം. അപ്പൊ അസ്യൂം ദാറ്റ് നെഗേഷൻ ക്യൂ ാണ് തുടങ്ങുന്നത്. എന്താ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത്? എക്സ് വൈ ഈസ് ഓഡ് എന്നുള്ള നെഗറ്റീവ് എന്താ? എക്സ് വൈ ഈസ് നോട്ട് ഓഡ്. അത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നെഗേഷൻ ക്യൂവിൽ തുടങ്ങി. ഇനി നമ്മൾ ലഘൂകരിച്ച് എന്തിനെത്തിച്ചാൽ നമ്മുടെ നെഗേഷൻ ക്യൂവിൽ എത്തിച്ചേരുമോ? ചേർന്നാൽ നമുക്ക് പറയാം ശരിയാണെന്ന്. ഇനി എക്സ് വൈ ഈസ് നോട്ട് ഓഡ് എന്ന് പറയാൻ എന്താ? എക്സ് വൈ ഈസ് ഈവൻ അല്ലേ? അത് ഓഡ് നമ്പർ അല്ല. എക്സ് × വൈ ഓഡ് അല്ല എന്ന് പറയാൻ എന്താ? എക്സ് × വൈ ഈവൻ ആണല്ലോ. ഇംപ്ലൈസ് എക്സ് ഈസ് ഈവൻ അല്ലെങ്കിൽ വൈ ഈസ് ഈവൻ. 2 നമ്പറുകൾ ഗുണനഫലം ഈവൻ ആണെങ്കിൽ ഒന്നുകിൽ എക്സ് ഈവൻ ആയിരിക്കണം അല്ലെങ്കിൽ വൈ ഈവൻ ആയിരിക്കും. 2 ഈവൻ ആയാലും കുഴപ്പമില്ല. 2 ഈവൻ ആണെങ്കിലും പ്രോഡക്റ്റ് ഈവൻ തന്നെ ആയിരിക്കും. അതിൽ എക്സ് ഈസ് ഈവൻ ഓർ വൈ ഈസ് ഈവൻ. ഇംപ്ലൈസ് എക്സ് ഈസ് ഈവൻ എന്ന് പറയുന്നത് എക്സ് ഈസ് നോട്ട് ഓഡ് എന്നല്ലേ? ഓഡ് അല്ലാത്തതിനല്ലേ ഈവൻ നടക്കും. ഈവൻ എന്നുള്ളത് നമ്മൾ നോട്ട് ഓഡ് എഴുതി. അതിന് വൈ ഈസ് ഈവൻ എന്നുള്ളത് വൈ ഈസ് നോട്ട് ഓഡ്. അപ്പൊ എക്സ് ഈസ് നോട്ട് ഓഡ് വൈ ഈസ് നോട്ട് ഓഡ് എന്നുള്ളത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നതാണ് ആദ്യത്തെ കമ്പോണന്റ് നെഗറ്റീവ് അല്ലേ? ഈ പറഞ്ഞത് എക്സ് ആൻഡ് വൈ ആർ ഓഡ് എന്നല്ലേ പറയുന്നത്. നമുക്ക് എന്തായിട്ട് എക്സ് ഈസ് നോട്ട് ഓഡ് ഓർ വൈ ഈസ് നോട്ട് ഓഡ് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി. അപ്പൊ നെഗേഷൻ ക്യൂവിൽ തുടങ്ങിയിട്ട് നെഗേഷൻ ഓഫ് പിയിൽ അവസാനിച്ചു. അപ്പം ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനെയാണ് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് 2 തരത്തിലും പ്രൂവ് ചെയ്ത് കാണിച്ചു. ഡയറക്റ്റ് മെത്തേഡിലും അതുപോലെ കോൺട്രാ പോസിറ്റീവ് മെത്തേഡിലും. ചിലപ്പോൾ ചോദിക്കാം, നേരത്തെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, പറ്റുന്നവരത് പഠിക്കുക. ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് എക്സ് വൈ ബിലോങ് ടു ഇസഡ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഇന്റീരിയേഴ്സ് സച്ച് ദാറ്റ് എക്സ് വൈ ഈസ് ഓഡ്. ഗുണനഫലം ഓഡ് ആകാത്ത കാര്യത്തിൽ 2 ഇന്റീരിയേഴ്സ് ആണ് എക്സും വൈയും എങ്കിൽ then both x and y are odd by കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെത്തേഡിൽ മതി കോൺട്രാ പോസിറ്റീവ്. ആദ്യമേ ചെയ്തതിന്റെ വിപരീത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? എക്സും വൈയും എന്താണ്? 2 ഇന്റീരിയേഴ്സ് ആണ്. എങ്ങനെയുള്ള ഇന്റീരിയേഴ്സ് ആണ്? സച്ചാൽ എക്സ് വൈ ഓഡ്. എക്സ് × വൈ ഓഡ് ആകാത്ത കാര്യത്തിലുള്ള 2 ഇന്റീരിയേഴ്സ് ആണ് എക്സും വൈയും എങ്കിൽ then both x and y ആ ഇന്റീരിയേഴ്സും ഓഡ് തന്നെയായിരിക്കുന്നു. ഗുണനഫലം ഒറ്റസംഖ്യ ആണെങ്കിൽ ഓരോ നമ്പർ വേറെ വേറെ എടുത്താലും ഒറ്റസംഖ്യ ആയിരിക്കും തെളിയിക്കുക കോൺട്രാ പോസിറ്റീവ് മെത്തേഡില്. അപ്പൊ 2 കമ്പോണന്റുകളായിട്ട് വേർതിരിക്കണം. ആദ്യമേ ഏത് മെത്തേഡ് ചോദിച്ചാൽ അതിനകത്തുള്ള 2 കമ്പോണന്റുകൾ നമുക്ക് യഥാക്രമം പി ക്യൂ എന്ന് പേര് കൊടുക്കാം. പി എന്നുള്ളത് ആദ്യത്തെ കമ്പോണന്റ് ഇഫിനും തെന്നിനും ഇടയിലുള്ള ഭാഗം ഏതാണ്? എക്സ് വൈ ബിലോങ് ടു ഇസഡ് സച്ച് എക്സ് വൈ ഓഡ്. അതുപോലെ തന്നെ എഴുതി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതുന്നില്ല. എക്സ് ആൻഡ് വൈ എക്സ് ആൻഡ് ഓഡ് ചേർന്ന് എഴുതിയാലും മതി കേട്ടോ. ക്യൂ ബി ദ കമ്പോണന്റ് തെന്നിന് ശേഷമുള്ളതാണ്. ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഉണ്ട് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഓഡ്. നമുക്ക് കോൺട്രാ പോസിറ്റീവ് മെത്തേഡില്ല. കോൺട്രാ പോസിറ്റീവ് ആകുമ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? ക്യൂവിന് നെഗറ്റീവ് തുടങ്ങണം. അപ്പൊ അസ്യൂം ദാറ്റ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഓഡ് ഈസ് ട്രൂ. ശരിയാണെന്ന് രീതിയിൽ ഇത് സിംപ്ലിഫൈ ആണ്. അപ്പൊ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഓഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ആൻഡ് വൈ ആർ ഈവൻ അല്ലേ എന്റെ അർത്ഥം. ഈ എക്സും വൈ ഈവൻ ആണെങ്കിൽ എന്താ? ഈ എക്സ് എന്നുള്ളത് നമുക്ക് 2 എന്നുള്ള രൂപത്തിൽ എത്താം. വൈ എന്നുള്ളത് 2 എന്നുള്ള രൂപത്തിൽ. ഈവൻ നമ്പറുകളുടെ സാധാരണമാണല്ലേ. ഇവിടെ എം എന്നും 2 ഇന്റീരിയേഴ്സ് ആണ്. ഇനി അവരുടെ ഗുണഫലം നോക്കി. എക്സ് × വൈ എന്ന് പറയുന്നത് 2m × 2n ദാറ്റ് ഈസ് 4mn. 4mn നമുക്ക് 2 × 2mn എഴുതാൻ പറ്റില്ല. എന്തിനാ അങ്ങനെ എഴുതാറേ? ഈവൻ നമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഈവൻ നമ്പർ 2ന്റെ ഗുണിതമാണെന്ന് കാണിച്ചാൽ മതിയല്ലോ. 4mn നമുക്ക് 2 × 2mn എഴുതാം. ഇത് ഇംപ്ലൈസ് എക്സ് വൈ ഈസ് ഈവൻ കേട്ടോ. എക്സ് വൈ എന്നുള്ള 2 × 2mn എഴുതാൻ സാധിച്ചു. അതിനകത്ത് എക്സ് വൈ എന്നുള്ള ഈവൻ എന്നല്ലേ അത്.
എക്സ് വൈ ഈവൻ എന്ന് പറയുന്നത് നോട്ട് ഓഡ് തന്നെ അല്ലേ കേട്ടോ. എക്സ് വൈ നോട്ട് ഓഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ അവിടെ എക്സ് വൈ ഓഡ് എന്നുള്ളത് പി അല്ല. അപ്പൊ എക്സ് വൈ നോട്ട് ഓഡ് എന്ന് പറയുന്നത് നെഗേഷൻ പി അല്ലേ നോക്കി. അതെ, എക്സ് വൈ ഈസ് നോട്ട് ഓഡ് എന്ന് പറയുന്നത് പിയുടെ നെഗേഷൻ ആണ്. അപ്പൊ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് നോക്കി? നെഗേഷൻ ക്യൂല് രണ്ടാമത്തെ നെഗറ്റീവിൽ തുടങ്ങിയിട്ട് ആദ്യത്തെ നെഗറ്റീവില് അവസാനിച്ചു. ഇത്രയുള്ള പ്രൂഫ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം. ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹോംവർക്ക് വരും. ഈ ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് ചില കുട്ടികൾ CBSE ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രൂവ് ദാറ്റ് √7 ഈസ് ഇറാഷണൽ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയും. √7 നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിരിക്കുന്നത് √2 ഈസ് ഇറാഷണൽ അല്ലെങ്കിൽ √3 ഈസ് ഇറാഷണൽ എന്നായിരിക്കും. ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: √7 ഈസ് ഇറാഷണൽ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയും. എന്താണ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ വിരോധാഭാസം എന്ന് പറയും, വൈരുദ്ധ്യം എന്ന് പറയാം. വിരോധാഭാസ മെത്തേഡില് √7 ഇറാഷണൽ എന്ന് തെളിയിക്കാം, അഭിന്നകമാണെന്ന് തെളിയിക്കാം. ഇറാഷണലിന്റെ മലയാളം അഭിന്നകം എന്ന് പറയും. √7 ഇറാഷണൽ എന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡ് തെളിയിക്കും. പരീക്ഷ ചിലപ്പോൾ ഇത്രയും √7 ഈസ് ഇറാഷണൽ മാത്രമേ ചോദിക്കുള്ളൂ. പ്രൂവ് ദാറ്റ് √7 ഈസ് ഇറാഷണൽ എന്ന് മാത്രമേ ചിലപ്പോൾ ചോദിക്കുള്ളൂ. ഇവിടെ അതിന് കൂടെ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് തന്നിരിക്കുള്ളൂ. പരീക്ഷയ്ക്ക് ഓരോ വർഷം മാറി മാറി ചോദിക്കുന്നത്, എല്ലാ വർഷവും √7 എന്ന് എഴുതുന്നത്. ചിലപ്പോൾ √3 ഇറാഷണൽ എന്ന് ചോദിക്കാം, ചിലപ്പോൾ √2 ഇറാഷണൽ എന്ന് ചോദിക്കാം, ചിലപ്പോൾ √5 ഇറാഷണൽ, ചിലപ്പോൾ √11 ഇറാഷണൽ, അല്ലെങ്കിൽ √7 ഇറാഷണൽ. അപ്പൊ ഈ ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് ഈ 7ന്റെ സ്ഥാനത്ത് 2 ആക്കിയ √2 ഇറാഷണൽ എന്നുള്ള സ്റ്റെപ്പ് കിട്ടും. സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെ. ഇപ്പൊ √3 ആണെങ്കിൽ 7ന്റെ സ്ഥാനത്ത് √3 ആക്കിയാൽ √3 ഇറാഷണൽ, 5 ആക്കിയാൽ √5 ഇറാഷണൽ. എല്ലാത്തിനും സ്റ്റെപ്പ് ഇത് തന്നെ, ഇതാണ് പഠിച്ചോളൂ. ഇത് എഴുതി പഠിക്കുക എന്നുള്ളത്, വേറെ ഒന്നും കാര്യമായിട്ട് എഴുതി പഠിക്കാനില്ല. ഈ ടെക്സ്റ്റിൽ എഴുതി പഠിക്കാനുള്ള ഇതും പിന്നെ ഇപ്പോൾ ചെയ്ത 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വായിച്ചു പിടിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നോക്കിയേ, നമ്മൾ √7 ഇറാഷണൽ എന്ന് തെളിയിക്കാൻ പോയിട്ടോ. ഏത് മെത്തേഡിലാണ്? കോൺട്രഡിക്ഷൻ മെത്തേഡ് പറയുന്നുണ്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് ഇതാണ്: അസ്യൂം ദാറ്റ് √7 ഈസ് നോട്ട് ഇറാഷണൽ. നേരെ ഓപ്പോസിറ്റ്. നമുക്ക് ശരിക്കും തെളിയിക്കേണ്ടത് √7 ഇറാഷണൽ എന്നല്ലേ. അപ്പൊ എന്താണോ തെളിയിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ശരിയാണെന്ന് ഇരിക്കട്ടെ. അത് ശരിയല്ല, തന്നിരിക്കുന്ന പ്രസ്താവനയും ശരിയല്ല എന്ന് ഇരിക്കട്ടെ എന്ന് സങ്കല്പിക്കണം. അസ്യൂം ചെയ്യാട്ടോ, എന്ന് സങ്കല്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. √7 ഈസ് നോട്ട് ഇറാഷണൽ. പ്രൂവ് ചെയ്യണതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അല്ല എന്ന് നെഗറ്റീവ് നമ്മൾ സങ്കല്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ √7 ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞാൽ √7 റാഷണൽ എന്നല്ലേ. ഒരു റാഷണൽ നമ്പറിന്റെ പ്രത്യേകത ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. റാഷണൽ നമ്പറിന്റെ നമുക്ക് p/q രൂപത്തിൽ എഴുതാൻ സാധിക്കുന്നത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈ വർഷം പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലൈസ് ദാറ്റ് √7 എന്നുള്ള എങ്ങനെ എഴുതാം? √7 p/q രൂപത്തിൽ എഴുതാം. വേർ p and q ഹാവ് നോ കോമൺ ഫാക്ടർ. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. റാഷണൽ നമ്പറിന്റെ പ്രത്യേകതയും ഡെഫിനിഷനിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. p/q രൂപത്തിൽ എഴുതാൻ മാത്രം പോരാ, p and q ആർ ഇന്റിജേഴ്സ് ഹാവിംഗ് നോ കോമൺ ഫാക്ടർ എന്നൊക്കെ അതിന് നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. നോക്കിയോളെ, സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നോക്കിയോണ്ടാൽ മതി, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ √7 നമുക്ക് p/q ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. p and q ഹാവ് നോ കോമൺ ഫാക്ടർ ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. p and q ഹാവ് നോ കോമൺ ഫാക്ടർ എക്സെപ്റ്റ് 1 ആണ്. 1 ഒഴികെ കോമൺ ഫാക്ടർ ഒന്നും. 1 എല്ലാത്തിനെയും കോമൺ ഫാക്ടർ ആണല്ലോ. 1 ഒഴികെ കോമൺ ഫാക്ടറുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇത് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഈ റാഡിക്കൽ സൈൻ ഉണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്ത് റാഡിക്കൽ കളയാം. അതിനാണ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പൊ എന്നിട്ട് √7 സ്ക്വയർ ഈസ് ഈക്വൽ ടു p/q ഹോൾ സ്ക്വയർ നോക്കി അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്തു. മനസ്സിലായാലും എല്ലാവർക്കും? സ്ക്വയർ ചെയ്യുമ്പോൾ √7 സ്ക്വയർ 7 എന്ന് മാത്രം കിട്ടും അല്ലേ. p/q സ്ക്വയർ p²/q സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനോട് ക്രോസ് മൾട്ടിപ്ലൈ പറഞ്ഞിട്ട് ക്രോസ് മൾട്ടിപ്ലൈ 7q സ്ക്വയർ ഈക്വൽ ടു p സ്ക്വയർ അല്ലെങ്കിൽ p സ്ക്വയർ ഈക്വൽ ടു 7q സ്ക്വയർ. ഞാൻ തിരിച്ചെഴുതിയാണ് p സ്ക്വയർ ഈക്വൽ 7q സ്ക്വയർ. മനസ്സിലായി? വെറുതെ ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നിരുന്നോടെ പിന്നീട് വേഗം വരികയെ p സ്ക്വയർ ഈക്വൽ ടു 7q സ്ക്വയർ ആണ്. ഇത്രയും മനസ്സിലായല്ലോ ഇവിടെ നിന്ന് ഇവിടെ വരെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? p സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. 7 into q സ്ക്വയർ എന്ന് പറയുന്നത് അർത്ഥം എന്താ? p സ്ക്വയർ ഈക്വൽ 7 into q സ്ക്വയർ. ദാറ്റ് ഈസ് p സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. p സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 implies that p is a multiple of 7. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് സ്ക്വയർ റൂട്ടും അതേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുന്ന റിസൾട്ട് ഉണ്ട് കേട്ടോ. p സ്ക്വയർ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ p എന്നുള്ളത് അതിന് സ്ക്വയർ റൂട്ട് ആയ p എന്തിനായിരിക്കും 7ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ p is a multiple of 7 നമുക്ക് കിട്ടി അല്ലെ. p is a multiple of 7 നമുക്ക് ചുരുക്കി p is equal 7m ജനറൽ ആയിട്ട് എഴുതുന്നുള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 7 അതിന്റെ ചുരുക്കി എഴുതുന്നുള്ളൂ. p is a multiple of 7m അല്ലെങ്കിൽ 7k എന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതിക്കോളൂ. ഇനി therefore from 1 ഇതിലേക്ക് തിരിച്ചു വരിക. p സ്ക്വയർ 7q സ്ക്വയർ എഴുതിയത്. അപ്പൊ p മൾട്ടിപ്പിൾ ഓഫ് 7 എന്നുള്ള എഴുതിയല്ലോ. അപ്പം p യുടെ സ്ഥാനത്ത് നമ്പർ ഒന്നില്ല. അപ്പൊ ഇതുണ്ട് 7m ഹോൾ സ്ക്വയർ 7q സ്ക്വയർ ഉണ്ട്. 7m p യുടെ സ്ഥാനത്ത് 7m കൊടുത്തപ്പോൾ 7m ഹോൾ സ്ക്വയർ 7q സ്ക്വയർ കിട്ടും.
അപ്പോൾ 7n ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്ന 49n സ്ക്വയർ കിട്ടും ഈക്വൽ 7q സ്ക്വയർ കിട്ടി. ഇനി അതിൽ നിന്ന് q സ്ക്വയർ കിട്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ therefore q സ്ക്വയർ ഈക്വൽ 49n സ്ക്വയർ ബൈ 7 കണ്ടോ ഇംപ്ലൈസ് q സ്ക്വയർ ഈക്വൽ 7n സ്ക്വയർ ഉണ്ട് 49/7 7 കിട്ടും. അപ്പോൾ q സ്ക്വയർ ഈക്വൽ 7n സ്ക്വയർ. ഇത് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? q സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. 7ന്റെ ഗുണിതമാണല്ലോ. ഇംപ്ലൈസ് q ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇപ്പൊ നോക്കി ആദ്യമേ ഇവിടെ കിട്ടുന്ന p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് എന്ത് കിട്ടുന്നത്? കണ്ടിന്യൂ ചെയ്തപ്പോൾ q ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടില്ലേ? thus both p and q are multiples of 7. ശരിയല്ലേ? p യും q യും രണ്ടും എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 7ന്റെ ഗുണമല്ലേ? ഈ p യും q 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ അർത്ഥം? p ക്കും q നും കോമൺ ഫാക്ടർ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. p യും 7ന്റെ മൾട്ടിപ്പിൾ ആണ്, q യും 7ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയുന്നത് p and q have കോമൺ ഫാക്ടർ അല്ലേ? അപ്പം വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇപ്പം p യും q യും 7ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ളത് ഒരു വിരോധാഭാസമാണെന്നാണ്. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഫാക്ട് എന്ന വസ്തുതയ്ക്ക്. ഏത് ഫാക്ടിനാണ്? that p and q have no common factor. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു p and q have no common factor. കാരണം √7 റാഷണൽ ആണെന്നല്ലേ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരുന്നു. അങ്ങനെയാണ് √7 p by q ഉണ്ടാവും, p q ന് കോമൺ ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ പ്രൊസീഡ് ചെയ്തപ്പോഴത്തേനും √7 റാഷണൽ ആണെന്ന് നമ്മൾ സങ്കല്പത്തിൽ പ്രൊസീഡ് ചെയ്തപ്പോൾ അവസാനം നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം കിട്ടി. നമ്മളൊരു വിരോധാഭാസത്തിൽ എത്തിച്ചേർന്നു. അതിന്റെ കാരണം ഇങ്ങനെ കോൺട്രഡിക്ഷൻ എത്തിച്ചേരാനുള്ള കാരണം എന്താ? നമ്മുടെ തുടക്കം തന്നെ തെറ്റായിരുന്നു. അസംഷൻ അസ്യൂം ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ അസംഷൻ തെറ്റായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരുവാൻ സാധിച്ചത്. അപ്പം ഇത് മനസ്സിലാക്കാം. therefore √7 must be error. therefore our assumption is wrong. ഇവിടെ ഒരു സെന്റൻസിൽ ഇടുന്നത് therefore our assumption wrong ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുക. അസംഷൻ റോങ് എന്ന് പറയുന്നത് എന്താ? √7 is not rational. അത് തെറ്റാണ്. എന്താ പറയുക? √7 must be irrational. അതാണ് ലാസ്റ്റ് കാരണം. ഇതിനെ എങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുക. എല്ലാവർക്കും മനസ്സിലായി? ഇതിനകത്തപ്പം എന്തെങ്ങനെ ചോദിക്കാം? √7 തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ √2 ആയിരിക്കാൻ ചോദിക്കുക. √2 ഇറാഷണൽ. അപ്പൊ എന്ത് ചെയ്യണം? √2 ഇതുപോലെ √2 ഈസ് നോട്ട് ഇറാഷണൽ. √2 ഈസ് റാഷണൽ. അപ്പൊ √2 ഈക്വൽ p by q. √2 സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടും. അപ്പൊ 2 ഈക്വൽ p സ്ക്വയർ. അപ്പൊ ഇതുപോലെ കിട്ടും p സ്ക്വയർ ഈക്വൽ 2pq സ്ക്വയർ 2q സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ p സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് ഹെൻസ് p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് കിട്ടും. മനസ്സിലായി? 7 മാറ്റിയിട്ട് നോക്കിയാൽ മതി. ഇതുപോലെ എല്ലാവരും അവസാനം വരെ അങ്ങനെ മാറ്റി എഴുതുക. സെന്റൻസ് ഒക്കെ ഇതുപോലെ തന്നെ. അപ്പൊ ഇത് വേറെ ചോദ്യം എന്താണ്? √3 ഇറാഷണൽ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ 7 മാറ്റിയിട്ട് 3 ആക്കുക. ചിലപ്പോൾ √5 ആയിരിക്കും. അതെല്ലാം നിങ്ങൾ ഹോംവർക്ക് അപ്പോൾ ഒന്നുകൂടി പ്രാക്ടീസ് ആയിക്കോളൂ. അത് നോട്ട്ബുക്കിൽ എഴുതി അയക്കാം. അത് ഹോംവർക്ക് ചെയ്യണം. ഇതോടുകൂടി ഈ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്റർ തീർന്നു. ഇത്രയൊക്കെ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഞാൻ ഈ എഴുതി അയക്കുന്ന ഒരു 8 പേജ് നോട്ടുണ്ട്. അത് മാത്രം വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അവസാനത്തെ ആ ഒരു 3-4 ചോദ്യങ്ങൾ മാത്രം എഴുതി പഠിക്കുക. ബാക്കിയൊക്കെ വായിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലാകല്ലോ?